ഗുഡ് ഈവനിങ് ലേണേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗമാണ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. നമ്മൾക്കറിയാം, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് ജോലി അത്യാവശ്യമാണ്. കാരണം അവർക്ക് ജീവിക്കാനുള്ള മാർഗമാണ് അവർക്ക് കിട്ടുന്ന വേതനം എന്ന് പറയുന്നത്. അപ്പോൾ ആ വേതനത്തിൽ നിന്ന് ആ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ചെലവുകളും അതുകൊണ്ട് അവർക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇത് മാത്രമല്ല, കുട്ടികൾക്ക് വിദ്യാഭ്യാസം, അതുപോലെ തന്നെ പിന്നെ പൊട്ടൻഷ്യൽ ഫ്യൂച്ചർ ഓഫ് ദ വർക്ക് ഫോഴ്സ്. ഒരു രാജ്യത്തിന് അതിൻ്റെ നേഷൻ ബിൽഡിങ്ങിൽ അഫോർഡിങ് ദ നേഷൻ ഇൻ ദ പ്രോസസ് ഓഫ് ബിൽഡപ്പ് ഇറ്റ്സ് എ ഹ്യൂമൻ ക്യാപിറ്റൽ. ഇപ്പം എല്ലാത്തിനും വരുമാനം വേണം. വരുമാനം നമുക്ക് വെറുതെ കിട്ടില്ല. അത് നമുക്കൊരു മാർഗം വേണം. ആ മാർഗമാണ് നമ്മൾ പറയുന്നത് എംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്കറിയാം, നമ്മൾക്ക് കിട്ടുന്ന വരുമാനത്തിന്, തൊഴിൽ കിട്ടുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന വരുമാനത്തിന് ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഫുഡിനും മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവാക്കുന്നു. അങ്ങനെ നമ്മൾക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള, ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് നയിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഇനി രണ്ടാമത് നമ്മൾ പറയാൻ പോകുന്നത്, ആഫ്റ്റർ മീറ്റിംഗ് ഓൾ ദീസ് തൊഴിലവസരങ്ങൾ അതനുസരിച്ച് ഗണ്യമായിട്ട് വർദ്ധിക്കും. അപ്പോൾ പിന്നെ തൊഴിലവസരം അതനുസരിച്ച് ഗണ്യമായിട്ട് വർദ്ധിക്കും. അങ്ങനെ അൺഎംപ്ലോയ്മെൻറ്റ് ഒരു പരിധി വരെ താഴ്ത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇനി രണ്ട് തരത്തിലുള്ള തൊഴിലുകളുണ്ട്, പ്രത്യേകിച്ച് ഡെവലപ്പിംഗ് ഇക്കോണമീസിൽ. ഒന്ന് ഇൻറ്റൻസീവ് ലേബർ ടെക്നോളജീസ് ഉണ്ട്, അതുപോലെ തന്നെ ലേബർ ഇൻറ്റൻസീവ് ഉണ്ട്, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഉണ്ട്. നമ്മൾക്കറിയാം ലേബർ ഇൻറ്റൻസീവ് എന്താണ്. കൂടുതൽ ആളുകൾ കുറച്ച് മൂലധനം ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ ലേബർ ഇൻറ്റൻസീവ് മെത്തഡ്സ് എന്ന് പറയും. നേരെ മറിച്ച് കൂടുതൽ ക്യാപിറ്റലും കുറച്ച് ലേബറാണ് ഉപയോഗിക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജീസ് എന്ന് പറയും. അപ്പോൾ നമ്മൾക്ക് ലേബർ ഇൻറ്റൻസീവ് ആണോ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് മെത്തഡ് ആണോ ടു ബി അഡോപ്റ്റഡ്, അത് ഓരോ രാജ്യത്തിൻ്റെയും സാഹചര്യം അനുസരിച്ചിരിക്കും. ദെൻ എംപ്ലോയ്മെൻറ്റ് ഒരു റിസൾട്ടിങ് ഫാക്ടർ. കാരണം ഇത് നമ്മൾ മിസ്മാച്ച് ഉണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് അപ്രോപ്രിയേറ്റ് പോളിസീസ് പെർസീവ്ഡ്. മിസ്മാച്ച് ഏതെങ്കിലും കാരണത്താൽ ഒരു രാജ്യത്തിനുണ്ടെങ്കിൽ ഇറ്റ് വിൽ ലീഡ് ടു ദ കോൺസിക്വൻസ് ഓഫ് ലോവർ ഗ്രോത്ത്. ഇപ്പം എംപ്ലോയ്മെന്റ് ഇല്ലെങ്കിൽ ലോവർ ഗ്രോത്തിലെത്തും, ഓർ ഇറ്റ് വിൽ ലീഡ് ടു എ ജോബ്ലെസ് ഗ്രോത്ത്. അപ്പോൾ ഒരു രാജ്യത്തിൽ എംപ്ലോയ്മെന്റ് വളരെ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അഗെയിൻസ്റ്റ് ദിസ് ബാക്ക്ഗ്രൗണ്ട്, ദിസ് പ്രസന്റ് യൂണിറ്റ് നമ്മൾ ഇങ്ങനെ പറയുന്നത് കൺസെപ്ഷണൽ ഔട്ട്ലൈൻ. നമ്മൾക്കറിയാം വർക്ക് ഫോഴ്സിനെ കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ യൂണിറ്റ് 3 നമ്മൾ പരീക്ഷയ്ക്ക് കുട്ടികൾ ഇങ്ങനെ എഴുതി വെക്കുന്നത്, മകപ്പ് ചെയ്യുന്ന പിള്ളേർ എഴുതി വെക്കും, വി ഹാവ് സീൻ ഇൻ ദ പ്രീവിയസ് ചാപ്റ്റർ, അല്ലെങ്കിൽ വി ഹാവ് സീൻ ഇൻ ദ 3rd ചാപ്റ്റർ. അങ്ങനൊന്നും വെറുതെ എഴുതി വെക്കരുത്. നിങ്ങളുടെ വേർഷനിൽ തന്നെ എഴുതണം. നമുക്കറിയാം ഡെവലപ്പിംഗ് കൺട്രീസിൽ, ഇന്ത്യ പോലത്തെ ഡെവലപ്പിംഗ് കൺട്രീസിൽ നമ്മൾക്കറിയാം ഏകദേശം 50% ആളുകളും ഡിപ്പെൻഡിങ് അപ്പോൺ അഗ്രികൾച്ചർ ഫോർ ദെയർ ഡെയിലി റിക്വയർമെന്റ്സ്. അത് യഥാർത്ഥത്തിൽ ദ പെർസെൻറ്റേജ് ഹാസ് കം ഡൗൺ. 2000 ആയപ്പോൾ അത് 60%. ഇറ്റ് ഹാസ് കം ഡൗൺ ഫ്രം മച്ച് ഹയർ ലെവൽ ഓഫ് 60%. ഇനി ടു മേക്ക് അവർ ഇക്കോണമിക് ക്ലാസ് നമുക്കറിയാം അഗ്രേറിയൻ ഉണ്ട്. Agrarian means high percentage of the people are working in the agricultural sector, and they will depend upon their day-to-day wages, depending on day-to-day wage employment for subsistence. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കൂടുതൽ ആളുകൾ ഗ്രാമപ്രദേശത്ത് നിൽക്കുന്നത്? കാരണം അവർക്ക് day-to-day wages ആണ് കിട്ടുന്നത്. അവർക്ക് വേറെ യാതൊരു വിധത്തിലും മാർഗമില്ല. അപ്പൊ ഈ മേഖലയിലുള്ള തൊഴിലാളികളുടെ എണ്ണം കുറക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇതെല്ലാം നമ്മൾ മറ്റ് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. എന്താണ് മറ്റ് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് ഫെസിലിറ്റീസ്? ആഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ്, കാർഷിക മേഖലയിൽ അനുയോജ്യമായിട്ടുള്ളതാണ്. ടു സസ്റ്റെയിൻ ദംസെൽസ് ഡ്യൂറിങ് ദ നോൺ അഗ്രികൾച്ചറൽ സീസൺ. നമ്മൾക്കറിയാലോ അഗ്രികൾച്ചർ ഇൻ ഇന്ത്യ, ഇതെല്ലാം പറഞ്ഞു തന്നിട്ടുള്ളതാണ്, ഇസ് എ ഗ്യാമ്പിൾ ഇൻ ദ മൺസൂൺസ്. 6 മാസം നമുക്ക് ചിലപ്പം മഴയുടെ സഹായത്തോടെ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും. അല്ലാത്തവർ വെറുതെ ഇരിക്കുകയാണ്. കൂടുതൽ ആളുകൾ, കാരണം എന്താണ്, ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഇല്ല എങ്കിൽ കൂടുതൽ ആളുകളും വെറുതെ ജോലിയൊന്നും ചെയ്യാതെ നടക്കണം. അതും പറഞ്ഞുകൊണ്ട് അവർ ഒരു ജോലിയും ചെയ്യുന്നവരല്ല. അവരുടെ മേജർ ഓക്യുപ്പേഷൻ കൃഷിയാണെങ്കിലും അവർക്ക് സബ്സിഡിയറി ഓക്യുപ്പേഷൻ ഉണ്ട്. എന്ത് ചെയ്യും? ചിലവർ കൊട്ട നെയ്യാൻ പോകും, ചിലവർ മീൻ പിടിക്കാൻ പോകും, ചിലവർ മരം വെട്ടാൻ പോകും.
അല്ലെങ്കിൽ ചിലവർ പല കുടിൽ വ്യവസായ സ്ഥാപനങ്ങൾ ചെറു മേഖലകളിൽ പിന്നെ അവർ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യും. കാരണം അവർക്ക് ജീവിക്കണം, വേറെ ഒരു മാർഗ്ഗമില്ല. ഞാൻ പറഞ്ഞില്ല, ഡേ ടു ഡേ വേജ് ഏണേഴ്സ് ആണ് അഗ്രികൾച്ചറൽ സെക്ടറിലുള്ളത്. So the percentage of agricultural labor to total agriculture workers has increased from 28. അത് കാരണം 58-ൽ നിന്ന് 55% 51-21 വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എംപ്ലോയ്മെന്റിന്റെ ഇനി നമുക്ക് എംപ്ലോയ്മെന്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അഗ്രികൾച്ചർ വർക്കർ അല്ലെങ്കിൽ അദ്ദേഹമാണ് ഒരു ടിപ്പിക്കൽ പേഴ്സൺ സീക്കിംഗ് വർക്ക് ഒരു അഗ്രികൾച്ചറിൽ. നേരെ മറിച്ച് ഫോർമൽ സെക്ടറിൽ പിന്നെ നാഷണലൈസ്ഡ് ബാങ്കിലോ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ ജോലി ചെയ്യുകയാണെങ്കിൽ അവരെ ഒരു സീക്കിംഗ് വർക്ക് അല്ല. വൺസ് ദേ ആർ ഇൻ ദ വർക്ക് ദേ ക്യാൻ ഗോ ഓൺ ടിൽ ദെയർ റിട്ടയർമെന്റ് ആൻഡ് ആഫ്റ്റർ റിട്ടയർമെന്റ് ദേ വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് വേജസ്, ദേ വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് ബെനിഫിറ്റ്സ്. നേരെ മനസ്സിലായോ? ഇതെല്ലാം വരും ഇനി. അപ്പൊ ഞാൻ ഇതൊന്നും പറഞ്ഞു തരില്ല. അതിനെ പറഞ്ഞത് ഫോർമൽ സെക്ടർ എന്നാണ് പറയുന്നത്. നേരെ മറിച്ച് ഇൻഫോർമൽ സെക്ടർ, ഗ്രാമങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഇൻഫോർമൽ സെക്ടറിലാണ് അവർ ജോലി ചെയ്യുന്നത്. നീഡ്സ് ദ ഡെഫിനിഷൻ into a worker or non-worker on a day-to-day basis. Workers may not get work on all days. നമുക്ക് സാധാരണ ആളുകളെ പോലെ അവർക്ക് ഡെയിലി ആണ്, അവർക്ക് പെയ്ഡ് ഹോളിഡേയ്സ് ഒന്നുമില്ല. ഇഫ് ദേ ഡോണ്ട് ഗോ ഫോർ വർക്ക് ദേ ഡോണ്ട് ഗെറ്റ് വേജസ്. ഇപ്പൊ ഈ നമ്മളുടെ ചുറ്റുപാടുള്ള ഈ പിന്നെ നോൺ ഇൻഫോർമൽ സെക്ടറിൽ ജോലി ചെയ്യുന്ന ആളുണ്ട്, മരപ്പണിക്കാരുണ്ട്, പിന്നെ കാർപ്പൻ്റർ, പിന്നെ മെയ്സൺസ് ഉണ്ട്. ഇവർക്കൊക്കെ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം പല പല ജോലിയിലോട്ട് പോകുന്നത്. അവര് തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ ജോലി ചെയ്യുമ്പോൾ അവർക്ക് തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെയുള്ള കൂലി കിട്ടുന്നുള്ളു. അവർക്ക് ഇതുപോലെ തന്നെ പെയ്ഡ് ഹോളിഡേയ്സ് ഒന്നുമില്ല. ദേ ഡോണ്ട് ഗെറ്റ് എംപ്ലോയ്മെന്റ് ഓൺ എ റെഗുലർ ബേസിസ്. അതാണ് ഉദ്ദേശിക്കുന്നത്. ദേ ഡോണ്ട് ഗെറ്റ് എംപ്ലോയ്മെന്റ് ഓൺ എ റെഗുലർ ബേസിസ് വിത്ത് എ പെയ്ഡ് ഹോളിഡേയ്സ് ആൻഡ് ഹെൻസ് എവറി ഡേ ഈസ് എ വർക്ക് സീക്കിംഗ് ഡേ ഫോർ ദം. എല്ലാ ദിവസവും അവർ ജോലി അന്വേഷിക്കണം. ഇന്ന് ജോലിയില്ലെന്ന് പറയാം. നിങ്ങൾക്കറിയാം ചില മേഖലയിലൊക്കെ ചില ജംഗ്ഷനിലൊക്കെ ഈ ഹിന്ദിക്കാരും അതുപോലെ തമിഴിയൻസൊക്കെ ജോലിക്ക് നിൽക്കുന്നുണ്ടാവും. On the hope that they don't get permanent job, on the hope that they will get a job on that day. ചിലർ ഒരു 9 മണിയാകുമ്പോൾ തിരിച്ച് വീട്ടിൽ പോകും, കാരണം ഇന്ന് ജോലിയില്ല, ഇതെല്ലാം തീർന്നു പോയി. നാളെ അവർ വന്ന് നിൽക്കും, അന്നേരത്തേക്കും ചിലപ്പോൾ അവർക്ക് ജോലി കിട്ടും അല്ലെങ്കിൽ കിട്ടിയില്ല. കാരണം എന്താണ്, ജോബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും സെക്യൂർഡ് അല്ല. ദെൻ ഇനി ഇതിനകത്ത് നമുക്ക് പറയുന്നത് ഇന്ത്യയിൽ എംപ്ലോയ്മെന്റും അൺഎംപ്ലോയ്മെന്റും സർവേസ്, EUS. ഇതെല്ലാം എനിക്ക് ഇങ്ങനെ എപ്പോഴും പറഞ്ഞു തരാൻ പറ്റില്ല കേട്ടോ. EUS മീൻസ് എംപ്ലോയ്മെന്റ് ആൻഡ് അൺഎംപ്ലോയ്മെന്റ് സർവേസ്. അത് NSSO, നാഷണൽ സർവീസ് സാമ്പിൾ സൊസൈറ്റി സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അവർ പല പല രീതിയിലാണ് ഈ എംപ്ലോയ്മെന്റ് ആൻഡ് അൺഎംപ്ലോയ്മെന്റ് സർവേസ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സർവേസിൽ അവർ 4 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. ഒന്ന് യൂഷ്വൽ സ്റ്റാറ്റസ്, US, പിന്നീട് പറഞ്ഞുതരാം. രണ്ടാമത് യൂഷ്വൽ പ്രിൻസിപ്പൽ ആൻഡ് സബ്സിഡിയറി സ്റ്റാറ്റസ്. നമ്മൾ പറഞ്ഞ് യൂഷ്വൽ പ്രിൻസിപ്പൾ, ഞാൻ പറഞ്ഞില്ലേ കൃഷിയാണ് മെയിൻ ജോലിയാണെങ്കിൽ അതാണ് അവരുടെ പ്രിൻസിപ്പൽ ഓക്യുപ്പേഷൻ. സബ്സിഡിയറി ഓഫ് സീസണിൽ അവർ ചിലപ്പോൾ സബ്സിഡിയറിക്ക് പോകും. ദെൻ എന്താണ് യൂഷ്വൽ പ്രിൻസിപ്പൽ ആൻഡ് സബ്സിഡിയറി സ്റ്റാറ്റസ്. പിന്നെ കറണ്ട് വീക്കിലി സ്റ്റാറ്റസ് ഉണ്ട്, കൂടാതെ കറണ്ട് പിന്നെ ഡെയിലി സ്റ്റാറ്റസ് ഉണ്ട്. CDS, CWC എന്ന് പറഞ്ഞാൽ CWS മീൻസ് കറണ്ട് വീക്കിലി സ്റ്റാറ്റസ്. അപ്പോൾ ഫോർ എ പീരിയഡ് ഓഫ് 1 year എന്തൊക്കെയാണ്? 2 റെഫറൻസ് പീരീഡ് ആണ്. ഒന്നില്ലെങ്കിൽ ലോങ് പീരീഡ്, ദാറ്റ് ഈസ് 1 year, അല്ലെങ്കിൽ ഷോർട്ടർ പീരീഡ്, ഒന്നെങ്കിൽ 1 week അല്ലെങ്കിൽ 1 day. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്? ഒന്ന്, അസസ് ദ ലോങ് ടേം എംപ്ലോയ്മെന്റ് സ്റ്റാറ്റസ് ആൻഡ് വെയർ ദിസ് ഈസ് നോട്ട് the case. രണ്ടാമത് അസസ് ദ സെയിം ഫ്രം എ ഷോർട്ട് ടൈം പെർസ്പെക്റ്റീവ്. അപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ചിലപ്പോൾ ഒരു വർഷത്തേക്ക് ഒന്നിച്ച് ജോലി കിട്ടൂല, അവർക്ക് ചിലപ്പോൾ ജോലി കിട്ടൂല. അപ്പൊ ചിലപ്പോൾ ഒരു വർഷത്തെ കാലാവധിക്ക് നമ്മൾ എംപ്ലോയ്മെന്റ് സ്റ്റാറ്റസ് പഠിക്കുക, ഷോർട്ടർ ടൈമിൽ വീക്കിലി അല്ലെങ്കിൽ ഡെയിലി ആയിട്ട് പഠിക്കുക. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ടു അസസ് ദ ലോങ് ടേം എംപ്ലോയ്മെന്റ് സ്റ്റാറ്റസ്. രണ്ടാമത് ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞു. It thus follows that the 2-week based approaches provide a basis of assessing the magnitude of chronic employment and unemployment situation compared to the US means usual status, pinna usual primary, usual primary and subsidiary status. The US സ്റ്റാറ്റസ് അനുസരിച്ച് എന്താണ്, ഒരാൾ ഒരു വർഷത്തിൽ 183 ദിവസം
മോർ ദാൻ ഹാഫ് ഓർ 183 ദിവസം ഒരു വർഷത്തിൽ ഒരാൾക്ക് ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ദ യൂഷ്വൽ സ്റ്റാറ്റസ് എന്ന് പറയാം, യൂഷ്വൽ എംപ്ലോയ്മെന്റ്, പേഴ്സൺ കാറ്റഗറൈസ്ഡ് ആസ് എംപ്ലോയിഡ് എപ്പോഴാണ്? ഇഫ് ഈസ് എംപ്ലോയിഡ് മിനിമം 183 days on a principal activity. If the respondents does not fall into this category, then അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂഷ്വൽ, പ്രൈമറി ആൻഡ് സബ്സിഡിയറി സ്റ്റാറ്റസ് അപ്രോച്ച് ആണ്. എന്താണ് അതിന്റെ അടിസ്ഥാനത്തിൽ? ഹിസ് പ്രിൻസിപ്പൽ ടൈം ഓഫ് എൻഗേജ്മെന്റ് ഈസ് 1 activity, that is the principal activity, and then he may go for a subsidiary activity. നമുക്കറിയാലോ, the principal activity has worked for the maximum time and the subsidiary activity has worked for at least 30 days. അപ്പോൾ പ്രിൻസിപ്പൽ ആക്ടിവിറ്റി മീൻസ് കൃഷിയായിരിക്കും. സബ്സിഡിയറി ആക്ടിവിറ്റി ചിലപ്പോൾ ആഗ്രോ ബേസ്ഡ് ആയിട്ടുള്ള ചെറിയ കുടിൽ വ്യവസായത്തിലുള്ള ചെറിയ ഫിഷിങ്ങോ മറ്റേ കൊട്ട നെയ്ത്തോ പനമ്പ് നെയ്ത്തോ പായ നെയ്ത്തോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ചട്ടി ഉണ്ടാക്കലോ, ഇതെല്ലാം ജോലിയിൽ സെക്കൻഡറിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇനി current weekly status, a person and activity status determined on the basis of engagement on each day during the reference of a week. ഒരു ആഴ്ചയിൽ അയാൾക്ക് എല്ലാ ദിവസവും ജോലി ഉണ്ടാകുന്ന അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് കറണ്ട് വീക്ക്ലി സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഇതെല്ലാം അതുപോലെ തന്നെ ഈസ് നോൺ ആസ് കറണ്ട്. ഇനി അതുപോലെ തന്നെ of the person, the activity status determined on the basis of engagement of each day during a reference week is also known as current daily status. അപ്പോൾ ലോങ് ടേമിൽ നമുക്ക് എംപ്ലോയ്മെന്റ് പോസിബിലിറ്റീസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഷോർട്ട് ടേമിൽ നമുക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് EUS നമ്മളെ എംപ്ലോയ്മെന്റ് അൺഎംപ്ലോയ്മെന്റ് സ്റ്റാറ്റസ് സർവേസ് പറയുന്നത്? അവർ പറയുന്നത് they are called the എംപ്ലോയിഡും അൺഎംപ്ലോയിഡ് അവരെ പറഞ്ഞത് ലേബർ ഫോഴ്സ് എന്ന് പറയുന്നത്. ലേബർ ഫോഴ്സ് സർവേസ് എന്ന് എന്താണ് ലേബർ ഫോഴ്സ്? അതിനകത്ത് എംപ്ലോയിഡ് ആയിരിക്കും അൺഎംപ്ലോയിഡ് ആയിട്ടുണ്ടായിരിക്കും. ദാറ്റ് ഈസ് ദ ലാറ്റർ, ദാറ്റ് ഈസ് employed and unemployed means the unemployed includes those who are seeking employment and therefore available for work. എനിക്ക് ജോലി ശമ്പളം പ്രശ്നമില്ല, ഐ ആം കേപ്പബിൾ ഓഫ് വർക്കിംഗ്, ഞാൻ വർക്കിംഗ് ഏജ് ഗ്രൂപ്പിലെത്തി. That is the unemployed include those who are actually seeking employment and therefore available for work. But it excludes those who are not voluntarily willing to work. അപ്പോൾ വോളണ്ടറിലി വില്ലിങ് ആയിട്ടാണ്. ചില ആളുണ്ട് വിദ്യാഭ്യാസത്തിനൊക്കെ പോകും, പക്ഷെ അവർ ജോലിക്കൊന്നും പോവില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. ഇപ്പൊ പിന്നെ അവർക്ക് ബിസിനസിന്റെ പ്രാധാന്യം മനസ്സിലായി. ഇപ്പോഴത്തെ പണ്ട് അങ്ങനെയല്ല. നല്ല വിദ്യാഭ്യാസമുള്ള കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ മക്കൾ ആ വിദ്യാഭ്യാസത്തിനുണ്ട്, പക്ഷെ കാരണം അവർക്ക് ആവശ്യത്തിന് കൂടുതൽ സ്വത്തുണ്ട്, അത് നോക്കി നടക്കാൻ പറയും. ഇപ്പോൾ അങ്ങനെയല്ല. ഓരോ മേഖലയിലും ഇപ്പോഴത്തെ ബിസിനസ് കമ്മ്യൂണിറ്റിയുടെ മക്കളെ ഓരോ മേഖലയിലും പഠിപ്പിച്ചിട്ട് അവരുടെ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവരെ സക്സഷനായിട്ട് ഇവരെ തന്നെ ആ മേഖലയിലോട്ട് കയറ്റിയിരിക്കുന്നത്. ഉദാഹരണമായിട്ട് നിങ്ങൾക്കറിയാം, നമ്മളുടെ റിലയൻസ് ഗ്രൂപ്പ് മകനെയും മകളെയും മരുമോനെയൊക്കെ അവരുടെ ഓരോ സെക്ഷനിലേക്ക് അവർ മാറ്റിയിട്ടിരിക്കുന്നത്. സോ ദാറ്റ് അപ്പം സക്സഷനിൽ എന്തെങ്കിലും കാരണം ഇവരുടെ ഫാമിലി തന്നെ ഇത് സക്സഷന്റെ കാര്യത്തിൽ പ്രശ്നമുണ്ടായി. അനിൽ അംബാനിയും മുകേഷ് അംബാനിയും തമ്മിൽ വലിയ കാര്യമായിട്ട് പ്രശ്നമുണ്ടാവും. അതില്ലാതിരിക്കുന്ന ഇപ്പം എല്ലാവരും, കാരണം അവർ ഒരുമാതിരി ഏജഡ് ആകുമ്പോൾ അവർ ആ മേഖലയിലേക്ക് അവരുടെ കിന്നിൽ തന്നെ അവരുടെ ബന്ധത്തിൽ തന്നെ ആളുകളെ മക്കളെയോ സ്വന്തക്കാരെയോ അവർ തിരികെയല്ല. ദാറ്റ് ഈസ് ദെയർ റൈറ്റ്. ലേബർ ഫോഴ്സ് അപ്പൊ എന്താണിത്? വോളണ്ടറിലി ദേ ആർ നോട്ട് വില്ലിംഗ് ടു വർക്ക്. അതിനെ പറഞ്ഞത് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ്. ഇൻവോളണ്ടറി കാരണം ദേ ആർ കേപ്പബിൾ, അവർക്ക് വർക്കിംഗ് ഏജ് ഗ്രൂപ്പിലെത്തി, ബട്ട് ദേ ആർ നോട്ട് വില്ലിംഗ്. അവർക്ക് വല്ലവരും ചെന്ന് അവരുടെ ആട്ടിൽ നിന്ന് ഇപ്പൊന്നും കേൾക്കാൻ പറ്റിയൊന്നുമില്ല. മനസ്സിലായോ? എനിക്കല്ലാതെ തന്നെ എനിക്ക് ഐ ഹാവ് ഗോട്ട് മൈ ഓൺ ബിസിനസ് എംപയർ ഉണ്ട്, എനിക്ക് ഐ ക്യാൻ ലുക്ക് ആഫ്റ്റർ മൈ ബിസിനസ്. അതെല്ലാം അവർ ചെയ്യും കേട്ടോ. ഔട്ട് ഓഫ് ലേബർ ഫോഴ്സ്. ഇത് കൂടാതെ ഔട്ട് ഓഫ് ലേബർ ഫോഴ്സ് ഉണ്ട്. ആരൊക്കെയാണ് അത്? കുട്ടികൾ, റെന്റിയേഴ്സ്, പെൻഷനേഴ്സ്, റെസിപ്പിയന്റ് ഓഫ് റെമിറ്റൻസസ്, അതുപോലെ തന്നെ ബെഗേഴ്സ് ഉണ്ട്, ഇൻഫോം ഉണ്ട്, ഡിസേബിൾഡ് പേഴ്സൺസ് ഉണ്ട്, പേഴ്സൺസ് ടു യങ് ടു വർക്ക് ലൈക്ക് ചിൽഡ്രൻ ആൻഡ് കാഷ്വൽ ലേബറേഴ്സ് നോട്ട് വർക്കിംഗ് ഡ്യൂ ടു സിക്നെസ്. ഇതെല്ലാം നമ്മൾ പറയുന്നത് എന്താണ്? ഇൻ ലേബർ ഫോഴ്സിലുള്ളതാണ്. ദേ ആർ ഔട്ട് ഓഫ് ലേബർ ഫോഴ്സ്. ഈ ആളുകൾക്കൊക്കെ ജോലി ചെയ്യാം, പക്ഷെ ദേ കനോട്ട് വർക്ക്. ഓൾഡ് ഏജ് കൊണ്ടോ അല്ലെങ്കിൽ ഡിസബിലിറ്റി കൊണ്ടോ മറ്റേതെങ്കിലും കാര്യങ്ങൾ കൊണ്ടോ അവർ ചിലപ്പോൾ ജോലിക്ക് പോകുന്നില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ബിസൈഡ്സ് ദ ടൈം ക്രൈറ്റീരിയൻ, ദ റെസിപ്പിയന്റ് ഓഫ് ഇൻകം വെദർ എക്സ്പ്ലിസിറ്റ്ലി റിസീവ്ഡ് ഓർ ഇംപ്ലിസിറ്റ്ലി റിസീവ്ഡ്, ഇതെല്ലാം നമുക്ക് പറയാം. ഇനി ദ എംപ്ലോയ്മെന്റ്
unemployment surveys provide comprehensive estimate of the labor force. നമുക്കിവിടെ ഒരു സർവേസ് എടുക്കുമ്പോൾ ലേബർ ഫോഴ്സിൻ്റെ അതിൻ്റെ ഡെപ്ത് എന്ത് മാത്രമുണ്ട്. നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ ദ ലേബർ ഫോഴ്സ് ആസ് പെർ ദ യൂഷ്വൽ സ്റ്റാറ്റസ് ബൈ കൺസിഡറിങ് ദ യൂഷ്വൽ പ്രൈമറി ആക്ടിവിറ്റി ഒള്ളി, ഒന്ന് പ്രൈമറി ആക്ടിവിറ്റി ആയിട്ട്. രണ്ടാമത് നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ ദ ലേബർ ഫോഴ്സ് ആസ് പെർ ദ യൂഷ്വൽ സ്റ്റാറ്റസ് ബൈ കൺസിഡറിങ് എന്താണ് primary activity and then their subsidiary activity for, let us say, for 30 days. The number of persons in the labor force as per the current weekly status. ഒരാഴ്ചയിൽ അവർക്ക് എല്ലാ ദിവസവും ജോലിയുണ്ടോ, ഒരാഴ്ചയിൽ അവരുടെ സ്റ്റാറ്റസ് എന്താണ്. രണ്ടാമത് കറണ്ട് ഡെയിലി സ്റ്റാറ്റസ് മീൻസ് നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ ദ ലേബർ ഫോഴ്സ് ആസ് പെർ ദ കറണ്ട് ഡെയിലി അപ്രോച്ച്. ദെൻ ഇതെല്ലാം ഫോർ ദ പർപ്പസ് ഓഫ് എംപ്ലോയ്മെന്റ് പ്ലാനിങ്. Okay, it is important to focus growth in the labor force. നമുക്കറിയാം ബാക്ക്ലോഗ് ഇൻ അൺഎംപ്ലോയ്മെന്റ്. ബാക്ക്ലോഗ് മീൻസ് ഒരു പഞ്ചവത്സര പദ്ധതി, മനസ്സിലായോ? ലെറ്റ് us say ടാർഗറ്റ് വെക്കുന്നത് ആ പഞ്ചവത്സര 5 വർഷം കൊണ്ട് നമ്മൾ 5% നമ്മൾ തൊഴിലവസരങ്ങളിൽ വർധനവുണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ 5 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ 5% എത്തിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ 3% എത്തിയിട്ടുണ്ടാവുള്ളൂ. അതിൻ്റെ അർത്ഥം നമ്മൾ 2% പിന്നോക്കം നിൽക്കുന്നേ. ആ പിന്നോക്കം നിൽക്കുന്നതിനെ പറഞ്ഞത് ബാക്ക്ലോഗ് എന്ന് പറയുന്നത്, ദ ബാക്ക്ലോഗ് ഓഫ് അൺഎംപ്ലോയ്ഡ്. കാരണം 5% നമ്മൾ ലക്ഷ്യം വെച്ചത്, 5% നമുക്ക് പോകാൻ സാധിച്ചില്ല, 3% നമ്മൾ നേടിയെടുത്തുള്ളൂ, 2% നമുക്ക് എത്താനായിട്ട് സാധിച്ചില്ല. The growth rate of labor force is higher than the growth rate in employment. Carry over the figures of unemployed from one period to the next. That is, unemployment results when the growth rate of labor force is higher than the growth rate in the growth rate of labor force is higher than the growth rate in employment. Employment റേറ്റിനെക്കാട്ടും കൂടുതൽ നമ്മൾ ലേബർ ഫോഴ്സിന്റെ വളർച്ച ഉണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവുകയും ചെയ്യും. ഇതിനകത്ത് റൗണ്ട്സും NSSും ഇതെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്. ഇതെന്നൊക്കെ സമയം ഉണ്ടെങ്കിൽ വായിച്ചെടുക്കുക. Unemployment is a phenomenon when people who want to work do not find work at a given wage rate due to the lack of availability. അപ്പൊ അൺഎംപ്ലോയ്മെന്റ് മീൻസ് മനസ്സിലായോ? ഒന്ന് തൊഴിൽ കിട്ടാത്തവരുണ്ട്, മറ്റവര് അല്ല തൊഴിൽ കിട്ടും. ചിലവരുണ്ട് എത്ര വേജ് എത്ര ചിലവരുണ്ട്, എനിക്ക് ഇത്ര ഡെയിലി വേജ് കിട്ടിയാൽ മാത്രമേ ഞാൻ വരുള്ളൂ. ചില ബേസൻസ് ഉണ്ട്, എനിക്ക് 1000 രൂപ കിട്ടണം, അല്ലെങ്കിൽ ഞാൻ വരില്ല. 900 രൂപ തരാന്ന് പറഞ്ഞാൽ അവർ പോകില്ല. സോ അവർ 1000 രൂപ കിട്ടുന്നിടത്ത് 900 രൂപ തരാന്ന് പറഞ്ഞിട്ട് അവർ പോണേണ്. അതിനാ പറഞ്ഞത് given wage. Unemployment is a phenomenon when people who want to work do not find work at a given wage rate due to the lack of availability. Given wage rate എല്ലാവരും ജോലി ചെയ്യാൻ തയ്യാറാണ്, പക്ഷെ അവർക്ക് ജോലി സാധ്യതയില്ല. അപ്പൊ ഇതിനകത്ത് ഞാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. It will lead to unemployment. ഏതൊക്കെയാണ് അൺഎംപ്ലോയ്മെന്റ്? സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്. എന്താണ് സ്ട്രക്ചർ? ദെൻ ഫ്രിക്ഷൻ അൺഎംപ്ലോയ്മെന്റ്, സൈക്ലിക് അൺഎംപ്ലോയ്മെന്റ്, സീസണൽ. എന്താണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്? മീൻസ് when there are jobs available with the people willing to work but are not qualified to do the work. മനസ്സിലായോ? ഇഷ്ടംപോലെ ഇവിടെ IT മേഖലയിൽ ജോലിയുണ്ട്, അവിടെ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്. കാരണം IT മേഖലയിൽ ആവശ്യമായിട്ട് ക്വാളിഫൈഡ് ആയിട്ട് ആളില്ലെങ്കിൽ അവിടെ എന്തുണ്ടാവും? സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ തൊഴിലവസരങ്ങളുണ്ട്, പക്ഷെ ആ തൊഴിലവസരങ്ങൾക്ക് അത് കാര്യമായിട്ട് നോക്കി നടത്താനായിട്ട് ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകൾ കൂടുതലുള്ളപ്പോൾ നമുക്ക് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവും. സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് അതെന്താണ് കാര്യം? ഇറ്റ് ഈസ് ദസ് റിഫർ ടു എ മിസ്മാച്ച് ഓഫ് സ്കില്ലില്ല, ഇൻഅഡക്വസീസ് ഇൻ ദ എഡ്യൂക്കേഷൻ സിസ്റ്റം ആൻഡ് ഓർ യൂസ് ഓഫ് ഇൻഅപ്രോപ്രിയേറ്റ് ടെക്നോളജി ലൈക്ക് ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക്സ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ അവർക്ക് അത്രയുള്ള വിദ്യാഭ്യാസം ഇല്ല, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി. ഞാൻ ഒക്കെ പഠിക്കുന്ന സമയത്തും പറയും, ഇപ്പോഴും പറയും, കാരണം ലേബർ ഇന്ത്യയെ സംബന്ധിച്ചോളം ഇപ്പോൾ പോപ്പുലേഷനിൽ നമ്പർ 1 ആയി. അപ്പൊ ഇവിടെ ഡെവലപ്ഡ് രാജ്യങ്ങളിൽ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ടെക്നോളജി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഏജിങ് പോപ്പുലേഷൻ ആണ്. അപ്പൊ അവര് ഈ ജനങ്ങൾ ചെയ്യുന്ന ജോലികൾ കംപ്ലീറ്റ് മെഷീനെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണ് നോക്കുന്നത്. ആ ടെക്നോളജി എല്ലാം ഇറക്കുമതി ചെയ്ത് ഇവിടെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊഴിലവസരങ്ങൾ രൂക്ഷമാവുന്നല്ലാതെ, അൺഎംപ്ലോയ്മെന്റ് രൂക്ഷമാവുന്നല്ലാതെ യാതൊരു വിധത്തിലുള്ള കുറവുണ്ടാവില്ല. അതുകൊണ്ടാണ് മോഡി സർക്കാർ അധികാരത്തിലേറ്റപ്പോൾ മോഡി സർക്കാർ പറഞ്ഞു, വൈ നോട്ട്, മനസ്സിലായോ, മേക്ക് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ മേക്ക് ചെയ്യുക.
ഇത്ര നാൾ ഇന്ത്യക്കാർ വിദേശത്ത് ജോലി തേടിപ്പോയെങ്കിൽ ലെറ്റ് ദം കം ടു ഇന്ത്യ ആൻഡ് വർക്ക് ഇൻ ഇന്ത്യ. ഇതാണ് അദ്ദേഹത്തിന്റെ അന്നത്തെ ഇത്. ഹൗ ഫാർ വി ഹാവ് അച്ചീവ്ഡ് ദീസ് ഒബ്ജക്റ്റീവ് ഇതെന്ന് എനിക്കറിയാൻ പാടില്ല. മേക്ക് ഇൻ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ, ഇതൊക്കെയാണ് അവരുടെ മുദ്രാവാക്യങ്ങൾ. അതായത് ഇന്ത്യൻ ടെക്നോളജി അനുസരിച്ച് ഇന്ത്യൻ ടെക്നോളജി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ടെക്നോളജി ആണെങ്കിൽ അത് ഉപയോഗിച്ച് നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുക. ഇത്ര നാൾ നമ്മൾ ജോബ് സീക്കേഴ്സ് ആയിരുന്നു, മറ്റു രാജ്യങ്ങളിൽ പോയി ജോബ് അന്വേഷിച്ചിട്ട് നടത്തുന്നത്. ഇനിയിപ്പോൾ അടുത്ത കാലം വരും വിദേശത്തുള്ള ആളുകൾ ഇന്ത്യയിൽ ജോബ് അന്വേഷിച്ചുകൊണ്ട് വല്ല ഇത് അയക്കണം. അതുകൊണ്ടാണ് മേക്ക് ഇൻ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യങ്ങൾ. പക്ഷേ അത് ഹൗ ഫാർ ഇറ്റ് ഹാസ് ബീൻ മെറ്റീരിയലൈസ്ഡ് വിച്ച് ഐ ഡോണ്ട് നോ, വിച്ച് ഐ ഡോണ്ട് വാണ്ട് ടു കമന്റ് അപ്പോൺ. ഇനി അതുകൊണ്ട് ഫ്രിക്ഷണൽ എംപ്ലോയ്മെന്റ് ഉണ്ട്. അതായത് ചിലവർ ചിലപ്പോൾ ഒരു വ്യവസായ സ്ഥാപനത്തിൽ ജോലി ചെയ്യും, അത് ചിലപ്പോൾ പൊട്ടിപ്പോകും, ചിലർക്ക് ജോലിയില്ല. അപ്പൊ അടുത്ത ജോലി കിട്ടുന്നത് വരെ അവർ തൊഴിലില്ലാതിരിക്കും. ആ ഒരു ജോലി വിട്ടു പോകുമ്പോൾ അടുത്ത ജോലി കിട്ടുന്നത് വരെയുള്ള സമയത്തുള്ള തൊഴിലില്ലാതെ നിൽക്കുന്ന ആളുകളെ നമ്മൾ പറഞ്ഞത് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ പ്രൊഡക്ഷൻ ടെക്നീഷ്യൻ വിത്തിൻ ദ ഫേം. ദെൻ സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് നമുക്കറിയാല്ല. സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് മീൻസ് ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന്റെ സമയത്ത് നമുക്ക് അപ്സ് ഉണ്ടാവും, ഡൗൺസ് ഉണ്ടാവും. അല്ലെങ്കിൽ സീസണൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്. സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് സീസണൽ. അഗ്രികൾച്ചറൽ എന്താണ് പോസ്റ്റ് റാബി, പോസ്റ്റ് കാരിഫ് ടൈംസ് ഇൻ അഗ്രികൾച്ചർ. അവിടെ ഇതെല്ലാം ഫ്ലക്ച്വേഷൻസ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ വരും. ചില ആളുകൾക്ക് നമ്മുടെ ഓഫ് സീസണിൽ അവർക്ക് ജോലിയില്ല, അപ്പൊ സീസണൽ അൺഎംപ്ലോയ്മെന്റ്. കുട ഉണ്ടാക്കുന്ന ആളുകൾക്ക് സീസണൽ എംപ്ലോയ്മെന്റ് ആണ്. മനസ്സിലായോ? അതേപോലെ തന്നെ ഈ വാട്ടർ പാർക്കിലൊക്കെ വാട്ടർ തീം പാർക്കിലൊക്കെ നമ്മൾ പോകുമ്പോൾ അവിടെ ഇത്ര വലിയ ഹെക്റ്റിക് ആക്ടിവിറ്റി ഒന്നുമില്ല. നേരെ മറിച്ച് ഹോളിഡേ ആകുമ്പോൾ തുടങ്ങുമ്പോൾ വീഗാലാൻഡിനെ കുറിച്ചും മറ്റേ വാട്ടർ സ്കീമിനെ കുറിച്ചൊക്കെ അവർ ഇഷ്ടം പോലെ പരസ്യങ്ങൾ കൊടുക്കും. അത് 2 മാസം കഴിയുമ്പോഴേക്കുണ്ടായോ കുട ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. മനസ്സിലായി? ഇപ്പൊ കുടയുടെ പരസ്യം ഇപ്പോൾ വരാൻ തുടങ്ങി. ജൂൺ മാസം കഴിഞ്ഞ് ജൂൺ ജൂലൈ പകുതി ആകുമ്പോൾ കുടയുടെ പരസ്യമൊക്കെ അവർക്ക് പിന്നെ വെറുതെ ഇതിന് കൊടുക്കാനായിട്ട്, പരസ്യത്തിന് പൈസ കൊടുക്കാനായിട്ട് ഇതൊന്നുമില്ല. പിന്നെ വേറെ കണ്ടുവരുന്നതാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ഒക്കെ പറഞ്ഞെന്നാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാവരും ജോലിയുണ്ട്. ഒരു കുടുംബത്തിൽ എല്ലാവരും ജോലിയുണ്ട്. എല്ലാവരുടെ ആവശ്യമില്ല. കാരണം 1-2 പേര് ചെയ്യേണ്ട ജോലിയാണ് 4 പേര് ചെയ്യുന്നത്. മുതിർന്ന ആമ്പിള്ളേര് ജോലി ചെയ്യുമ്പോൾ നീ വെറുതെ കിടക്കേണ്ട ആവശ്യമില്ല, നീ യു കം വിത്ത് മീ, അവരും ചെന്ന് സഹായിക്കും. ഈ 2 പേരും അച്ഛനും അമ്മയും എല്ലാ വർഷവും ഉൽപ്പാദിപ്പിക്കുന്ന അതിനെക്കാട്ടും ഒട്ടും കൂടുതലായിട്ട് അവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കില്ല. അപ്പൊ പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാവരും ജോലി ചെയ്യുന്നുണ്ട്. അപ്പാരന്റ്ലി പീപ്പിൾ all are engaged, but all these people did not contribute to production. അപ്പൊ 1-2 ആളുകൾ മാറി നിന്നിട്ടെങ്കിലും പ്രൊഡക്ഷൻ വലിയ കാര്യമായിട്ട് വ്യത്യാസം വരില്ല. അപ്പൊ എന്തുകൊണ്ടാണ് മാറി നിൽക്കാത്തത്? വേറെ ജോലിയില്ല. അത് കാരണം കാർഷിക മേഖലയിൽ തന്നെ ലോ പ്രൊഡക്ടിവിറ്റിയാണ് ഇതിലുള്ളത്. അപ്പോൾ അൺഎംപ്ലോയ്മെന്റ് നമുക്ക് 2ആയിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന് റൂറൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്, അതുകൂടാതെ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് നേച്ചർ ഉണ്ട്, പിന്നെ ഏർബൻ അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്. അപ്പോൾ ഒന്ന് ഏതാണ്? റൂറൽ അൺഎംപ്ലോയ്മെന്റ്. അത് സീസണിലാകാം അല്ലെങ്കിൽ ഡിസ്ഗൈസ്ഡ് ആകാം. രണ്ടാമത് ഏർബൻ എംപ്ലോയ്മെന്റ്. ഇനി വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് ഉണ്ട്, ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് ഉണ്ട്. ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ രണ്ടെണ്ണത്തിന് ഡിഫറൻസ്. ഇത് ചിലപ്പോൾ 2-3 മാർക്കിന്റെ ഡിഫറൻസ് ചിലപ്പോൾ ചോദിച്ചേക്കാം. എന്താണ് വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്? മീൻസ് ഇൻ ദ കൺട്രീസ് റെപ്രസെന്റഡ് ആസ് ദ പ്രൊപ്പോർഷൻ ഓഫ് ദ വർക്കിംഗ് പോപ്പുലേഷൻ ടു ദ ടോട്ടൽ പോപ്പുലേഷൻ. വർക്കിംഗ് പോപ്പുലേഷൻ നമുക്ക് 40 into 59 വർക്കിംഗ് പോപ്പുലേഷൻ. Appa the proportion of the it is represented as a proportion of the working population to the total population. It is also known as the worker population ratio. ഇനി അടുത്ത എന്താണ്? Labor force participation rate. It is on the other hand, it is defined as the section of the working plus work seeking population in the age group of 16 to 64. Not 14 അല്ല, 16 to 64 അല്ല വർക്ക് ഏജിൽ. ഇറ്റ് മീൻസ് ഇറ്റ് ഈസ് ആസ് എ സെക്ഷൻ ഓഫ് ദ വർക്കിംഗ് പ്ലസ് വർക്ക് സീക്കിംഗ് പോപ്പുലേഷൻ. ഇപ്പോൾ ജോലി ചെയ്യുന്നത്, ജോലി അന്വേഷിച്ച് നടക്കുന്ന ആളുകൾ 16-നും 64 വയസ്സിനും ഇടയ്ക്കുള്ള ആളുകളാണ് നമ്മൾ പറയുന്നത്. ഇതിന്റെ നമ്മൾ വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്. അതുപോലെ തന്നെ ഇത് ലേബർ ഫോഴ്സ്, വർക്ക് ഫോഴ്സ് ഉണ്ട്, ലേബർ ഫോഴ്സ് ഉണ്ട്. മനസ്സിലായോ? ഇനി ഇതിനകത്ത് ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് ചോദിക്കുന്നത്.
Any employment policies. Given that the employment policies, all types of employment required. Okay, employment policies pursued should aim at achieving all types of employment required. Skilled employment, unskilled daily wage employment വേണം, employment on semi skilled പിന്നെ ഏരിയയിൽ വേണം, അതുപോലെ സ്കിൽഡ് വർക്കേഴ്സ് വേണം, employment in higher skilled ആയിട്ടുള്ള employment വേണം, ആൻഡ് എഡ്യൂക്കേറ്റഡ് വർക്കേഴ്സിന്റെ ഇതെല്ലാം വേണം. അപ്പോൾ അത് employment policies means it should embrace all these different aspects. അത് ഒരു വിഭാഗത്തിന് മാത്രമല്ല, കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളെയോ വ്യവസായ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളെയോ അല്ലെങ്കിൽ സർവീസ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളെ മാത്രമാണ് ലക്ഷ്യം വെക്കാതെ എല്ലാ സമഗ്രമായിട്ടുള്ള ഒരു പോളിസി ആയിരിക്കണം എംപ്ലോയ്മെന്റ് പോളിസീസ് നമ്മൾ തീരുമാനിക്കുമ്പോൾ എടുക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു വിഷൻ ഉണ്ടായിരുന്നു. ദ വിഷൻ ഈസ് സീൻ ആസ് ദ thrust of different employment policies on programs. The first 5-year plan 1951-56. The efforts of the first few plans were marked with the belief that targeting of all economic growth. ശ്രദ്ധിച്ചോട്ടെ, ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ. The efforts of the first few plans were marked with the belief that targeting overall economic growth rate would suffice to ensure the generation of required employment. അപ്പൊ പ്രത്യേക മേഖലയിൽ നമുക്കറിയാം, നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അധികം നാളൊന്നുമായിട്ടില്ല. നമ്മുടെ കൈവശം അധികം മൂലധനമൊന്നുമില്ല. വി ആർ ലെഫ്റ്റ് വിത്ത് എ ഹ്യൂജ് ലേബർ ഫോഴ്സ്. മനസ്സിലായോ? ഹും വി ഹാവ് ടു ഫീഡ്. അപ്പോ അവർ എംപ്ലോയ്മെന്റിന് മാത്രമായിട്ട് അവർക്ക് ശ്രദ്ധ കൊടുക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല. അവരെന്ത് ചെയ്യുന്നു? വി വിൽ ലുക്ക് ഫോർ ഓവറോൾ ഒരു രാജ്യത്തിന് സമഗ്രമായിട്ട് വികസനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഊന്നൽ കൊടുക്കുക, ഫോക്കസ് കൊടുക്കുക. അപ്പോൾ ഒരു രാജ്യം സമഗ്രമായിട്ട് വികസിക്കുമ്പോൾ അതനുസരിച്ച് ആ രാജ്യത്തിന് തൊഴിലവസരങ്ങളും സ്വമേധയാ തൊഴിലവസരങ്ങളും വർദ്ധിച്ചോളൂ. ഇതായിരുന്നു ആദ്യത്തെ യഥാർത്ഥത്തിൽ thrust എന്ന് പറയുന്നത്. believe that the overall economic growth would suffice to ensure the generation of required. 1950-കളിലും 60-കളിലും the policies implemented in the direction of this focusing on efforts with the potential to generate higher levels of employment. ഇപ്പോൾ കൂടുതൽ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുന്നത്. നോ സ്പെസിഫിക് എഫർട്സ് ടു അഡ്രസ് ദ വേജ് എംപ്ലോയ്മെന്റ് നീഡ്സ് ഓഫ് ദ പുവർ ഹൗസ് ഹോൾഡ്സ് വാസ് ഇംപ്ലിമെന്റഡ് ഡ്യൂ ടു ദ എക്സ്പെക്റ്റഡ് പെർക്കുലേഷൻ. വാട്ട് ഈസ് പെർക്കുലേറ്റഡ്? മനസ്സിലായോ? ഇനി ഞാൻ പറഞ്ഞുതരാൻ പോണേ. സമഗ്രമായിട്ടുള്ള വികസനത്തിന്, മനസ്സിലായോ? നമുക്ക് 1-2 മേഖലയിൽ മാത്രമായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഉള്ള മൂലധനം നമ്മൾ രാജ്യത്തിന്റെ സമഗ്രമായിട്ട് വികസനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഊന്നൽ കൊടുക്കുമ്പോൾ, മനസ്സിലായോ, രാജ്യത്തിന് പുരോഗതി ഉണ്ടാവും. ആ പുരോഗതി സാവധാനം ഇറ്റ് വിൽ പെർക്കുലേറ്റ് ടു ദ ലോവർ സ്ട്രാറ്റ ഓഫ് ദ സൊസൈറ്റി. അത് നുഴഞ്ഞു കയറിക്കോളും to the lower strata of the society. അങ്ങനെ അൺഎംപ്ലോയ്മെന്റ് വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ് സെൽഫ്. ഗവൺമെന്റ് നേരിട്ട് അൺഎംപ്ലോയ്മെന്റ് നിർമ്മാർജ്ജനം ചെയ്യാൻ പൈസ ചെലവാക്കേണ്ട. രാജ്യത്തിൽ സമഗ്ര വികാസം. ഇറ്റ് വിൽ ഹാവ് എക്സ്പെക്റ്റഡ് പെർക്കുലേഷൻ ഇഫക്റ്റ് ഫ്രം ദ ജനറൽ ആൻഡ് ഓവറോൾ ഇക്കണോമിക് ഗ്രോത്ത്. അത് ഉദ്ദേശിച്ചുകൊണ്ട് രാജ്യത്തിൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ നടന്നു. എന്താണ്? ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം 1970-78 തുടങ്ങിയാണ്. സ്പെസിഫിക് എഫർട്സ് ടു അസിസ്റ്റ് ദ ബിലോ പോവർട്ടി ലെവൽ ഓഫ് ഹൗസ് ഹോൾഡ് ബൈ വേജ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. അങ്ങനെ ഇഷ്ടം പോലെ പദ്ധതികൾ സ്റ്റാർട്ട് ചെയ്തു. ട്രിസം, ട്രെയിനിങ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെന്റ്. ദെൻ RLEGP, നമ്മളുടെ ഇപ്പോഴത്തെ റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാമിന്റെ ഒരു ചെറിയൊരു വേർഷനാണ്. ഈ വേർഷനാണ് അത് നമ്മളുടെ മഹാത്മാഗാന്ധി റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് എന്നൊക്കെ പറഞ്ഞു വന്നത്. അതാണ് റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. ഇങ്ങനെ ഇഷ്ടം പോലെ പദ്ധതികൾ ഗ്രാമപ്രദേശങ്ങളിൽ നടപ്പിലാക്കി. ഇറ്റ് വിൽ ജനറേറ്റ് എംപ്ലോയ്മെന്റ്, വേജ് എംപ്ലോയ്മെന്റ് അവന്യൂസ്. ദ പ്രോഗ്രാംസ് ഓൾസോ എയിം ദറ്റ്, അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും സെൽഫ് എംപ്ലോയ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടെല്ലാം അവർ ഊന്നൽ കൊടുത്ത്. എന്താണ്? ആദ്യത്തെ പദ്ധതി അവർക്ക് പാളിപ്പോയി. അത് കാരണം അതിന് വേണ്ടിയിട്ട് ഗ്രാമപ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് നമുക്കറിയാലോ, ബൾക്ക് ഓഫ് ദ പോപ്പുലേഷൻ ആർ ലീവിങ് ഇൻ ദ റൂറൽ ഏരിയാസ്. അപ്പോൾ അവരുടെ സമഗ്രമായിട്ട് വികസനത്തിന് വേണ്ടിയിട്ട് ഗ്രാമപ്രദേശങ്ങളിൽ ലക്ഷ്യം വെച്ചുകൊണ്ടും അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയ്ഡ് വെഞ്ചേഴ്സ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടും ധാരാളമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുകയും ചെയ്തു. ഇനി 1952 എന്താണ്? ദ അൺഎംപ്ലോയ്മെന്റ് വാസ് റിക്കഗ്നൈസ്ഡ് ആസ് എ പ്രോബ്ലം. അപ്പോൾ
largely to be taken care of by focusing on the achievement of faster economic growth. നമുക്ക് as a problem which can largely be taken, particular attention was laid on the promotion of labor-intensive sectors like small scale industries. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു ക്യാപിറ്റൽ സ്കേഴ്സ് കണ്ടിട്ട് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വൻകിട വ്യവസായ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ വി ഫോക്കസ്ഡ് ഓൺ മെനി സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. അങ്ങനെ ഇഷ്ടം പോലെ ആളുകൾക്ക്, മനസ്സിലായോ, estimate unemployment is placed at 5 million with an expected annual rate of 1.5 to 2 million fresh entrants to the labor force. Why? That is the backlog of unemployment അത് കുറക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് യഥാർത്ഥത്തിൽ സ്ഥാപിക്കുക. അങ്ങനെ ഇഷ്ടം പോലെ സ്പെഷ്യൽ ഏജൻസീസ്, എന്താണ്, സ്മോൾ ഫാമേഴ്സ് ഡെവലപ്മെന്റ് ഏജൻസി, അതുപോലെ തന്നെ രണ്ടാമത് മാർജിനൽ ഫാമേഴ്സ് ആൻഡ് അഗ്രികൾച്ചർ ലേബർ ഡെവലപ്മെന്റ് ഏജൻസി. എന്താണ് സ്മോൾ ഫാർമേഴ്സ്? എന്താണ് സ്മോൾ ഫാർമേഴ്സ് മീൻസ്? സ്മോൾ ഫാർമേഴ്സ് മീൻസ് they have no land, അവർക്ക് പൊസഷൻ ആയിട്ട് അവർക്ക് ലാൻഡ് ഇല്ല, ബട്ട് they are actually depending upon their landlords for their daily wages. സ്മോൾ ഫാമേഴ്സ് ഉണ്ട്. അത് പിന്നെ അതുപോലെ തന്നെ അല്ലെങ്കിൽ ദോസ് ഓണിങ് ലെസ് ദാൻ 1 hectare ഓഫ് ലാൻഡ് ഈസ് ഓൾസോ നോൺ ആസ് സ്മോൾ ഫാമേഴ്സ് അല്ലെങ്കിൽ മാർജിനൽ ഫാർമേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ലേബേഴ്സ് മാർജിനൽ. വാട്ട് ഈസ് മാർജിനൽ ഫാമർ? A marginal farmer, a marginal farmer is one who produces for himself and for his family members alone. അതായത് അദ്ദേഹം വിപണിക്ക് വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിക്കുന്നില്ല, അദ്ദേഹം ഉൽപ്പാദിപ്പിക്കുന്നു അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കും അല്ലെങ്കിൽ കുട്ടികൾക്കും വേണ്ടി മാത്രം. കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഇല്ലാത്ത ആളുകളെ നമ്മൾ പറഞ്ഞത് മാർജിനൽ ഫാർമേഴ്സ് എന്ന് പറയുന്നത്. 2% SDA. രണ്ടാമത്തെ മാർഗം അവർ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്താണ്? ക്രിയേറ്റിംഗ് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ. റോഡുകൾ, ഇറിഗേഷൻ പദ്ധതികൾ, വാട്ടർ സേവിങ് സ്കീംസ്, ഇതെല്ലാം ഗ്രാമപ്രദേശങ്ങളിൽ നല്ല റോഡുകൾ, ഇറിഗേഷൻ പദ്ധതികൾ, ചെറുകിട പിന്നെ ജലസേചന, ഈ പവർ ജനറേഷൻ പദ്ധതികൾ, ഇതെല്ലാം തോട് വൃത്തിയാക്കൽ, ക്ലീനിനെസ്, ഇതെല്ലാം അവർക്ക് റൂറൽ ക്രിയേറ്റിംഗ് റൂറൽ ഇൻഫ്രാസ്ട്രക്ചറാണ്. അപ്പോൾ ദിസ് വാസ് ഫോളോഡ് 83 ലോഞ്ച് ഓഫ് അനദർ പ്രോഗ്രാം, ദാറ്റ് ഈസ് റൂറൽ ഡെവലപ്മെന്റ് റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം. ഇപ്പോഴും നമ്മളുടെ ഈ പറഞ്ഞ ഇവർ പറയുന്നത് ഒന്ന് ചെയ്യുന്നത് ഒന്ന് തന്നെ. നമ്മുടെ ഈ ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് കളിയാക്കി പറഞ്ഞത് ഗ്രാമീണ തൊഴിൽ ഇരിപ്പ് പദ്ധതി എന്ന് പറഞ്ഞിട്ടുണ്ട്. സെയിം തിങ് ദേ ആർ ഡൂയിങ്. 100 ദിവസം എംപ്ലോയ്മെന്റ്, ഒരു കുടുംബത്തിൽ 100 ദിവസം എംപ്ലോയ്മെന്റ് കൊടുക്കണം വിത്ത് ദ വേജസ് ഡിറ്റർമിൻഡ് ബൈ ദ ഗവൺമെന്റ്. പക്ഷെ അത് വിപുലീകരിച്ചുകൊണ്ടാണ് നമുക്ക് മഹാത്മാഗാന്ധി റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ കൊണ്ടുവന്നത്. അപ്പോൾ by the end of 1900, the number of unemployed was estimated to have risen by 14.1% million and to further. പക്ഷേ ഡിസ്പൈറ്റ് ഓൾ ദീസ്, ഇതെല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളുടെ എംപ്ലോയ്മെന്റ് ലെവൽ നമുക്ക് കുറക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. ഇനി ഡീറ്റെയിൽഡ് അസസ്മെന്റ് ഓഫ് എംപ്ലോയ്മെന്റ് അൺഎംപ്ലോയ്മെന്റ് ട്രെൻഡ്സ് 1990 അഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫാക്ടറിങ് ലൈക്ലി ഇമ്പാക്ട് ദ പ്രോസസ് ഓഫ് ഇക്കണോമിക് ലിബറലൈസേഷൻ. 1990 നമുക്കറിയാലോ, ഇന്ത്യയിൽ ആദ്യമായിട്ട് ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം ഇതെല്ലാം തുടങ്ങി. ആൻഡ് ഈ അസസ്മെന്റിൽ കൂടെ നമുക്ക് തൊഴിലവസരങ്ങൾ ഒരു പരിധി വരെ നമുക്ക് the 8th plan. അപ്പോൾ both openly unemployed plus severely underemployed and factoring in an additional labor force of about 35 million and another 36 million during 1977, 1999, 2002, set a target of 2.6 to 2.8, but set with the view of achieving the goal of employment for all. 2002 ഗവൺമെന്റിൽ ലക്ഷ്യം എന്തായിരുന്നു? എംപ്ലോയ്മെന്റ് ഫോർ ഓൾ. The target was sought to be intensified by plan strategy through the efforts. എന്തൊക്കെയാണ് എംപ്ലോയ്മെന്റ് ഫോർ ഓൾ? എന്താണ്? ഓവറോൾ ആൻഡ് സെക്ടറൽ പ്രയോറിറ്റീസ്, ഓവറോൾ പ്രയോറിറ്റീസ് കൊടുക്കുക. പിന്നെ ഇത് കൂടാതെ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, സർവീസ് മേഖല, ഇതുപോലെ സെക്ടറൽ പ്രയോറിറ്റീസ് കൊടുക്കുക. Then policies and programs aimed at achieving spatial and sub-sectoral diversification of agriculture. കൃഷി, നെല്ല് മാത്രം കൃഷി ചെയ്ത് കൃഷി ഡൈവേഴ്സിഫൈ ചെയ്യുക. മനസ്സിലായി എന്താണത്? സബ് സെക്ടർ. യെസ്,
രണ്ടാമത്തേത് policies and programs aims at achieving spatial, കാരണം extensive, spatial means space, and subsectoral diversification in agriculture. Excuse me. മൂന്നാമത്തത് വേസ്റ്റ് ലാൻഡ് ഡെവലപ്മെന്റ്. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഈ റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാമിൽ കൂടി അവർ ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. വേസ്റ്റ് ലാൻഡ് ഡെവലപ്മെന്റ് സപ്പോർട്ട് ബൈ പോളിസി ഫ്രെയിംവർക്ക് ഫോർ ഡെവലപ്മെന്റ് ഓഫ് റൂറൽ നോൺ ഫാം സെക്ടർ, agro based industries, the small and decentralization of industrialized sector, faster growth of informal and services sectors. ഇതെല്ലാമാണ്. ഡിസ്പൈറ്റ് ഓൾ ദീസ് നമുക്കറിയാം, although the economic growth measured by GDP had accelerated 6.7%, 2000 വരെ എംപ്ലോയ്മെന്റ് ഗ്രോത്ത് സ്ലോ ഡൗൺ ടു 2%. അപ്പൊ ഇതെല്ലാം ചെയ്തിട്ടും എംപ്ലോയ്മെന്റ് നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. പോസ്റ്റ് 2002 നമുക്ക് എന്താണ്, ആഫ്റ്റർ 20 years of implementation, that IRDP ഇന്റൻസീവ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, ഇത് അവർ റീപ്ലേസ് ചെയ്തുകൊണ്ട് സ്വർണ ജയന്തി ഗ്രാം സൗരോജ യോജന അവർ 1999 അത് ഈ IRDP ഇന്റൻസീവ് ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന് പുതിയൊരു പേര് കൊടുത്ത് സ്വർണ ജയന്തി ഗ്രാം സൗരോജ യോജന. As per the IRDPയുടെ അടിസ്ഥാനത്തിൽ the program had led to increase in income in most cases, enabling about 15% of the assisted gross poverty line. അപ്പോൾ ഈ നമ്മുടെ IRDP പ്രോഗ്രാം വന്നതോടുകൂടി അവർ പേര് മാറ്റിയെങ്കിലും മനസ്സിലായോ, കുറെ ആളുകൾക്ക് നിയർലി 15% ഓഫ് ദ അസിസ്റ്റഡ് ഹൗസ് ഹോൾഡ്സ് ടു ക്രോസ് ദ പോവർട്ടി ലൈൻ ഇൻകം ലെവൽ. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് ധാരാളമായിട്ട് ഉപയോഗം ഉണ്ടായി. ഇപ്പോൾ റിന്യൂഡ് ആയിട്ടുള്ള എഫേർട്സ് ഇനിയും കൊണ്ടുണ്ടെങ്കിൽ വി വിൽ ബി ഏബിൾ ടു മിറ്റിഗേറ്റ് മീൻസ് കുറക്കുക ആൻഡ് ദ ഡിസ്ട്രെസ് ഓഫ് ദ ഡേ ടു ഡേ എംപ്ലോയ്മെന്റ് സീക്കേഴ്സ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ദ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടിയിലും ഇതുപോലെ തന്നെ നമുക്കറിയാം, ഇതെല്ലാം വീണ്ടും 6ാമത്തെ പ്രാവശ്യമായിട്ട് നമ്മുടെ ഈ ബുക്കിന് കാണിച്ചിരിക്കുന്നു. 100 ദിവസത്തെ എംപ്ലോയ്മെന്റ് കൊടുക്കുന്നത് ഹൗസ് ഹോൾഡ് സെക്ടർ ടു ദ പുവറസ്റ്റ് ഡിസ്ട്രിക്ട്സ് ഓഫ് ദ കൺട്രി. നാഷണൽ കമ്മീഷൻ എന്റർപ്രൈസ് ആൻഡ് ഓർഗനൈസ്ഡ് ഇൻഫോർമൽ സെക്ടർ 2004 ഇതിനു വേണ്ടിയിട്ടാണ് ടു ഡിവൈസ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഫോർ ദ സ്ട്രെങ്തനിങ് ദ കപ്പാസിറ്റി ഓഫ് ദ ഗ്രോത്ത് ഓഫ് ദിസ് സെക്ടർ വിത്ത് ഹൈ എംപ്ലോയ്മെന്റ് പൊട്ടൻഷ്യൽ. Then trends in employment post 2000 years, it's a mixed one. കാരണം 2005 വരെ സജസ്റ്റൻ അപ്ഡോൺ യഥാർത്ഥത്തിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് അപ്ഡേൺ ഇൻ ദ ഗ്രോത്ത് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. പിന്നെ the growth rate in employment is estimated to have been at least 2.8% per annum over the period of 2000. അപ്പോൾ അൺഎംപ്ലോയ്മെന്റ് യഥാർത്ഥത്തിൽ 2.185% ആയിട്ട് ഉയർന്നു അഗെയിൻസ്റ്റ് 1. ഇനി ഗ്രോത്ത് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്താണ്, ഗ്രോത്ത് റേറ്റ് പെർസെൻറ്റേജ് എംപ്ലോയ്മെന്റ് ആൻഡ് GDP നോക്കിക്കോളുക. 1983-93 ഇതെല്ലാം ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം. പരീക്ഷയ്ക്ക് ടേബിൾ വരച്ച് എഴുതരുത്. അണ്ടർസ് ആൻഡ് അൺടിൽ യു ആർ ഷുവർ. ബ്ലണ്ടർ കാണിച്ചാൽ ഉള്ള മാർക്കും കൂടെ പോകും. മനസ്സിലായോ? ടേബിള് റിമെമ്പർ ചെയ്യാൻ പറ്റാവുന്ന ആൾക്ക് വെൽ ആൻഡ് ഗുഡ്, ഇറ്റ് വിൽ ഗിവ് യു 10% മാർക്ക്. പക്ഷെ അറിയാൻ പറ്റും, വെറുതെ ഇങ്ങനെ വരച്ച് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വായി കിടക്കണ തോന്നണ നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള മാർക്കും കൂടി പോവുകയും ചെയ്യും. നമ്മുടെ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് അനുസരിച്ച് അത് നമ്മൾ പറഞ്ഞ റീക്രിസ്റ്റൻഡ് മീൻസ് അത് പുതിയ പേരിട്ടാണ് 2009 സജസ്റ്റഡ് മെനി വീക്ക്നെസ്. അതിന് ഇഷ്ടം പോലെ ഇപ്പോഴും ആ വീക്ക്നെസ് അവർക്ക് റെക്ടിഫൈ ചെയ്യാൻ സാധിക്കുന്നില്ല. ഒന്ന്, ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി ഇൻ കാൽക്കുലേറ്റിംഗ് വേജസ്. ഓരോരുത്തർക്കും തോന്നിയ പോലെയാണ് വേജസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ഷെഡ്യൂൾ ഓഫ് വർക്ക്. മനസ്സിലായോ? നോൺ പേയ്മെന്റ് ഓഫ് മിനിമം വേജസ് എല്ലാവർക്കും കൊടുക്കുന്നില്ല. ഇഷ്ടം പോലെ പൈസ കമ്മീഷനായിട്ട് തട്ടിയെടുക്കുന്നുണ്ടായിരുന്നു. നോൺ പേയ്മെന്റ് ഓഫ് വേജസ് വിത്ത് ദ സ്റ്റിപ്പുലേറ്റഡ് 15 days ഓഫ് 15 ദിവസത്തിനുള്ളിൽ വേജസ് കൊടുക്കുമ്പോൾ ബെല്ല് കിട്ടിയില്ല, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടില്ല, അതുകൊണ്ട് കൊടുക്കൂല. യൂസ് ഓഫ് കോൺട്രാക്ടേഴ്സ് ഇൻ സ്പൈറ്റ് ഓഫ് എ പ്രൊഹിബിഷൻ. കോൺട്രാക്ടേഴ്സിന് വെക്കാൻ പാടില്ല. അതിനകത്ത് ഒരു കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്ത് അവർ തന്നെ. അല്ലാണ്ട് കോൺട്രാക്ടേഴ്സ് അടുപ്പിച്ച് കോൺട്രാക്ടേഴ്സ് ഇവർക്ക് കുറച്ച് പൈസ കൊടുത്ത് ലാഭം ഉണ്ടാക്കാനുള്ള പരിപാടി ഒന്നല്ല. ഇതെല്ലാമാണ് യഥാർത്ഥത്തിൽ കണ്ടുവരുന്നത്. യൂസ് ഓഫ് കോൺട്രാക്ട്, നോൺ പേയ്മെന്റ് ഓഫ് എംപ്ലോയ്മെന്റ് അലവൻസ്.
അവരുടെ ശമ്പളം കിട്ടുന്ന കൂലി അവർക്ക് കൊടുക്കാതിരിക്കുക. ദെൻ നോൺ പേയ്മെൻറ്റ്, ദെൻ നോൺ പ്രൊവിഷൻ ഓഫ് വർക്ക് സൈറ്റ് ഫെസിലിറ്റീസ്. ജോലി ചെയ്യാൻ പറയും, പക്ഷേ അവർക്ക് അതിനുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടാക്കി കൊടുക്കുന്നില്ല. കേസസ് ഓഫ് ഫഡ്ജിങ് ഓഫ് ദ മാസ്റ്റർ റോൾസ് ഈസ് ടു സെൽ എൻറ്റൈറ്റിൽമെൻറ്റ്സ് ആർ. ഫഡ്ജിങ് മീൻസ് ഇഷ്ടം പോലെ പണം അടിച്ചു മാറ്റുന്ന പരിപാടികളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോട്ട് വിസ്റ്റാൻഡിങ് ദീസ് ഇൻസ്റ്റൻസസ് ദ പ്രോഗ്രാം ഹാസ് ഹെൽപ്പ്. അപ്പോൾ അതിന് ദീസ് ആർ ദ ഡിഫറൻസ്. MNRGC നമ്മുടെ ഇപ്പോഴത്തെ തൊഴിലുറപ്പ് പദ്ധതിയിൽ കണ്ടുവന്നേച്ച ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇതാണെങ്കിൽ പോലും ഇതുകൊണ്ട് നമുക്ക് പാടെ എഴുതി തള്ളാനായിട്ട് നമുക്ക് പറ്റില്ല. പക്ഷെ കോട്ടകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നേട്ടങ്ങളും യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് വെള്ളം കൺസർവ് ചെയ്യുന്നതിന് മനസ്സിലായ, പിന്നെ ശേഖരിച്ച് വെക്കുന്നതിന് വേണ്ട സൗകര്യങ്ങൾ, ഇറിഗേഷൻ്റെ സൗകര്യങ്ങൾ, റോഡ് കണക്ടിവിറ്റി പല ഗ്രാമങ്ങളിലും ഞാൻ എൻ്റെ PhD 2000 തീർത്തതാണ്. മനസ്സിലായ, അന്ന് ഞാൻ എഴുതി വെച്ചാൽ ദർ ആർ നോ റൂറൽ ഏരിയാസ് ഇൻ കേരള. കേരളത്തിലെ ഗ്രാമങ്ങളിൽ തന്നെ എഴുതി വെച്ചു. കാരണം എന്താണ്, എവരി റൂറൽ ഏരിയ ഈസ് connected to the mainland either through waterways or through railways or through roadways or through water bridges. അപ്പോൾ റോഡ് കണക്ടിവിറ്റി ഇല്ലാതെ വരുമ്പോൾ പക്ക റൂറൽ ഏരിയ ആയിട്ട് മാറുന്നു. നമുക്കിവിടെ സീസണൽ റോഡൊക്കെ വളരെ കുറവാണ്. വല്ലപ്പോഴൊക്കെ TV-ക്കാരെ അതിലൂടെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഇത്ര വലിയ ഇതൊന്നുമില്ല. ചിലപ്പോൾ 1-2 ആഴ്ച ചിലപ്പോൾ അവർ പിന്നെ അതോറിറ്റികൾ അത് ആ മേഖലയിൽ ശ്രദ്ധ കൊടുത്തിട്ട് അത് ഹൈലൈറ്റ് ചെയ്യുന്നല്ലാതെ there are no seasonal roads. There are no rural areas because every rural area is connected. Every rural area is actually connected. അപ്പോൾ നമ്മൾ പിന്നെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താണ്, ഇറിഗേഷൻ, റോഡ് കണക്ടിവിറ്റി, ലാൻഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് അതേഴ്സ് ഓഫ് ദീസ് വാട്ടർ കൺസർവേഷൻ വർക്ക്സ് ആണ് ഏറ്റവും പ്രധാനം. 50% വാട്ടർ കൺസർവേഷൻ വർക്കിലുണ്ടായത്. ഇനി അടുത്തത് എന്താണ്, ഇൻഫോർമൽ എക്കോണമിയാണ്. നമ്മളുടെ ഈ പിന്നെ രണ്ട് ദ അക്കൗണ്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രൊവൈഡഡ്. ഓക്കെ, നമുക്ക് ഒരു ഇക്കോണമിയെ നമുക്ക് രണ്ടായിട്ട് തരത്തിരിക്കാം. ഒന്ന് ഫോർമൽ, രണ്ടാമത് ഇൻഫോർമൽ. എന്താണ് ഫോർമൽ എക്കോണമി എന്ന് പറഞ്ഞത് മനസ്സിലായോ? ദ ഫോർമൽ മീൻസ് ദ വേജ് ഏർണേഴ്സ് സബ്സിസ്റ്റ് ഇൻ എ സെക്ടർ പോപ്പുലർലി കോൾഡ് ആസ് ദ ഇൻഫോർമൽ സെക്ടർ. മനസ്സിലായോ? അപ്പോൾ കാഷ്വൽ വർക്കേഴ്സ് ഉണ്ട്, സാലറീഡ് ആളുകളായിട്ടുണ്ട്. Those who are the casual workers, they belong to the informal sector. Those who get a salary, they are belonging to the formal sector. അപ്പോൾ ഫോർമൽ സെക്ടർ, ഇൻഫോർമൽ സെക്ടർ, അല്ലെങ്കിൽ ഇന്ന് പറഞ്ഞ ഇപ്പോഴാണ് ഇത് ഈ പുതിയ പേരാണ് ഇത് വന്നിരിക്കുന്നത്. നേരത്തെ എന്നെ പറഞ്ഞത് ഓർഗനൈസ്ഡ് സെക്ടർ, അൺഓർഗനൈസ്ഡ് സെക്ടർ. ഇപ്പം നമ്മൾ പറയുന്നത് എന്താണ്, ഫോർമൽ സെക്ടർ, ഇൻഫോർമൽ സെക്ടർ. ഇൻഫോർമൽ സെക്ടറിൽ ജോലി ചെയ്യുന്നവർക്ക് അവർക്ക് എല്ലാ സംരക്ഷണവും കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? PF-ഉം ഗ്രാറ്റുവിറ്റിയും അതുപോലെ ആഫ്റ്റർ ദ റിട്ടയർമെൻറ്റ് അവർക്ക് ഇത് കൊടുത്തിട്ടുണ്ട്. നേരെ മറിച്ച് ഈ ഇൻഫോർമൽ സെക്ടറിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അത്ര വലിയ പിന്നെ സോഷ്യൽ വെൽഫെയർ സ്കീംസ് ഒന്നുമില്ല, സാമൂഹിക സുരക്ഷിത പദ്ധതിയൊന്നുമില്ല. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ those who are workers working either in the public sector organization or private sector organization employing more than 10 workers. The organized or the formal sector of workers is defined as those who are working. So they are getting salaries. 10 ആളുകളെ കൂടുതൽ ഒരുമിച്ച് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യണമെങ്കിൽ ഓർഗനൈസ് സെക്ടറാണ്. അവർക്ക് PF കൊടുക്കണം, ഗ്രാറ്റുവിറ്റി കൊടുക്കണം, പെൻഷൻ കൊടുക്കണം, ഈ പദ്ധതികളൊക്കെ അവർക്കുണ്ട്. നേരെ മറിച്ച് ഈ ഓർഗനൈസ്ഡ് സെക്ടറിൽ തന്നെ ജോലി ചെയ്യുന്ന കുറേ അൺഓർഗനൈസ് സെക്ടറിൽപ്പെട്ട ആളുകളുണ്ട്. സോ ഫോർ എക്സാമ്പിൾ ബാങ്കിലൊക്കെ തൂക്കാനും തുടക്കുന്നതിന് വേണ്ടിയിട്ട്, ക്ലീനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് സ്റ്റാഫുണ്ട്. വലിയ വലിയ ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട്. അതെല്ലാം ഫോർമൽ സെക്ടറിലാണ് വർക്ക് ചെയ്തത്. പക്ഷെ അതിനകത്ത് കുറേ ആളുകളുടെ ഇൻഫോർമൽ സെക്ടറായിട്ട് അവർ ജോലി ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇതുവരെ സാമൂഹിക സുരക്ഷിതത്വമൊന്നുമില്ല. ഇപ്പം ബാങ്കിൽ ഒരു ദിവസം ഒരു ബാങ്ക് ഫങ്ഷൻ ചെയ്യുന്നതിന് മുമ്പ് ചിലപ്പോൾ കൂടെ 1-2 ക്ലീനിങ് സ്റ്റാഫ് അവിടെ ചെല്ലും. അത് 10 മണിക്കുമ്പോൾ ക്ലീൻ ചെയ്ത് പോയിക്കണം. അതിനുശേഷം അടുത്ത സ്ഥലത്ത് പോകും. അവർക്ക് ഇതേപോലെ തന്നെ യാതൊരു വിധത്തിലുള്ള മറ്റ് അനുകൂലമൊന്നുമില്ല. അവർക്ക് കിട്ടുന്ന ഡെയിലി വേജസ് എന്നാൽ ഡെയിലി വേജസ് ആയിട്ട് എടുത്തുകൊണ്ട് പോയിക്കോണം. As the economy develops, either more and more of informal sector workers can be absorbed in the formal sector, or the economy may be expanded not only to the. അപ്പോൾ ഒരു രാജ്യം പുരോഗമിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇൻഫോർമൽ സെക്ടറിലെ ജോലി ചെയ്യുന്ന ആളുകളുടെ എണ്ണത്തിന് കുറവ് വരുത്താൻ സാധിക്കും. കാരണം എന്താണ്, they can be absorbed in the
ഫോർമൽ സെക്ടർ. അപ്പോൾ അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും കിട്ടും. നേരെ മറിച്ച് expand so that only or the economy may so expand that not only the number of informal sector workers would increase, but even some of the workers in the formal sector might be classified as the informal sector workers. And so some of the workers who are actually working in the formal sector will be categorized as the informal sector. Okay, ക്ലീനിങ് ചെയ്യുന്ന ആളുകളുണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, മെയിൻ്റനൻസ് സർവീസ് ഉണ്ട്, ഇലക്ട്രീഷ്യൻ വരയ്ക്കുന്നുണ്ട്. ഇവരെല്ലാം യഥാർത്ഥത്തിൽ ഫോർമൽ സെക്ടറിലായിരിക്കും ജോലി ചെയ്യുന്നത്. പക്ഷെ അവർ ഫോർമൽ സെക്ടറിലെ ഇൻഫോർമൽ സെക്ടറിലെ ജോലിക്കാരായിട്ടാണ് യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഫോർമൽ സെക്ടറിൽ ഇൻഫോർമൽ സെക്ടർ നമുക്ക് 90% ഇന്ത്യയിൽ ഓർഗനൈസ്ഡ് ടു അൺഓർഗനൈസ്ഡ്. ദ പ്രൊപ്പോർഷൻ ഓഫ് ഫോർമൽ ടു ഇൻഫോർമൽ, ഞാൻ പറഞ്ഞത് നേരത്തെ എന്നെ പറഞ്ഞത് ഓർഗനൈസ്ഡ് അല്ലെങ്കിൽ ഫോർമൽ സെക്ടർ എന്ന് പറഞ്ഞത് ഓർഗനൈസ്ഡ്, ഇൻഫോർമൽ സെക്ടർ എന്ന് പറഞ്ഞത് അൺഓർഗനൈസ്ഡ്. ആസ് ദേ ആർ കോൾഡ് ഇൻ ഇന്ത്യ ഇറ്റ് വാസ് 7%. ഇപ്പോൾ ഫോർമൽ സെക്ടറിൽ ജോലി ചെയ്യുന്ന ബാക്കി 93% ജോലി ചെയ്യുന്നത് അൺഓർഗനൈസ്ഡ് സെക്ടറിലാണ്. ഇപ്പം അതൊക്കെ മാറി. ഇപ്പം നമുക്കറിയാം കുറേ ഒരു വ്യത്യാസങ്ങൾ. ഇപ്പം ഒരു മേഖലയിലെ ആളുകൾക്ക് സാമൂഹിക സുരക്ഷിത ഇല്ലാത്തത് വളരെ കുറവാണ്. ഇല്ല, നമ്മുടെ ഗവൺമെൻറ് തന്നെ 1600 രൂപയുടെ പെൻഷൻ കൊടുക്കുന്നുണ്ട്. അത് സുരക്ഷിതയ്ക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഹെഡ് ലോഡ് വർക്കേഴ്സിൻ്റെ വെൽഫെയർ ഫണ്ട് ഉണ്ട്, പിന്നെ കെട്ടിട തൊഴിലാളികളുടെ ഫണ്ടുണ്ട്, ബാർബേഴ്സിൻ്റെ വെൽഫെയർ ഫണ്ടുണ്ട്, ടൈലേഴ്സിൻ്റെ വെൽഫെയർ, എല്ലാ മേഖലയിലും ഇപ്പോൾ സുരക്ഷ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സപ്പോസ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഓൾഡ് ഏജ് ആകുമ്പോൾ ദർ ഈസ് നോബഡി ടു ലുക്ക് ആഫ്റ്റർ ദം. ബാർബർ ആണെങ്കിലും മനസ്സിലായ, ക്ലീനേഴ്സ് ആണെങ്കിലും അവർക്ക് പിന്നെ ജീവിക്കണ്ടേ. വൺസ് ദേ ആർ ഇൻകപ്പാസിറ്റേറ്റഡ് ടു ഡു എനി വർക്ക് ദേ ഷുഡ് ബി ലുക്ക്ഡ് ആഫ്റ്റർ. അപ്പോൾ അതുകൊണ്ടാണ് ഓൾഡ് ഏജ് പെൻഷൻ ഗവൺമെന്റ് ഓവറോൾ ആയിട്ട് ഓൾഡ് ഏജ് പെൻഷൻ എല്ലാ സംസ്ഥാനങ്ങളും കൊടുക്കുന്നുണ്ട്. തമിഴ്നാട്ടിലേക്ക് വളരെ വളരെ കൂടുതലായിട്ടാണ് കൊടുക്കുന്നത്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച്. തമിഴ്നാട്ടിൽ സ്ത്രീകൾക്ക് സാധാരണ ബസ്സിലൊന്നും കാശ് കൊടുക്കണ്ട, ഡൽഹിയിൽ ഫ്രീ ആണ്, എല്ലാ മെട്രോയിൽ പോലും ഫ്രീ ആണ്. ഇഷ്ടം പോലെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ദെൻ എന്താണ് ഫിനോമിനൻ? Then there is a proportion of the self-employed people who has come down. അപ്പോൾ ഒരു രാജ്യം, the proportion regular employees has only marginally increased. റെഗുലർ എംപ്ലോയീസ് മീൻസ് ശമ്പളം കിട്ടുന്ന സ്ഥിരമായിട്ട് ജോലിക്കാർ 15.4% 16.6% ഉയർന്നിട്ടുണ്ട് ഓവർ 38 years. That means there is a stagnancy here. The proportion of casual labor has increased. 23 നിന്ന് 33% ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് മൂന്നാമത്തത് the proportion of self-employed has come down. എത്രയാണ്? has come down from 61% to 51%. Then the social security for the unorganized sector. നമുക്കറിയാമല്ലോ, ഇഷ്ടംപോലെ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിലുള്ള സോഷ്യൽ സെക്യൂരിറ്റി ഇതിലായോ നമുക്കറിയാം. എന്തുകൊണ്ടാണ് സോഷ്യൽ സെക്യൂരിറ്റി കൊടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ലൈഫ് ആൻഡ് ഡിസബിലിറ്റി കവർ, health and maternity benefits, old age protection and many other benefits as may be determined by the central government. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് സോഷ്യൽ സെക്യൂരിറ്റി, സാമൂഹ്യ സുരക്ഷത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ പല സ്കീംസും തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം ഉണ്ട്, നാഷണൽ ഫാമിലി ബെനിഫിറ്റ് സ്കീം ഉണ്ട്, ജനനി സുരക്ഷാ യോജനയുണ്ട്, ആം ആദ്മി ബീമ യോജന, അങ്ങനെ സോ ധാരാളമായിട്ടുള്ള സ്കീമുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, then now comes block for international. എന്താണ് നമ്മൾ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്നത്? ബ്ലോക്ക് ഫോർ ഇന്റർനാഷണൽ കമ്പാരിസൺസ്, കമ്പാരിറ്റീവ് പ്രൊഫൈൽ ഓഫ് ദ ഗ്രോത്ത് ആൻഡ് സ്ട്രക്ചറൽ ചേഞ്ചസ്. നമ്മൾ ഇത് എപ്പോഴും ഓരോ കാര്യങ്ങൾ എടുത്തിപ്പോൾ ലേബർ ആദ്യമായിട്ട് നമ്മൾക്ക് പറയാം എന്താണ് സ്ട്രക്ചറൽ ചേഞ്ച് എന്ന് പറഞ്ഞത്. അതായത് there is a shift when as an economy develops. This ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. As an economy develops, there will be a shift of the population from the primary sector to the secondary sector and from the secondary sector to the tertiary sector. ഞാൻ പറഞ്ഞത് structural shifts in the share of GDP and labor force from the primary sector to the secondary sector and to the tertiary sector. ആദ്യം ഗ്രാമപ്രദേശങ്ങളിൽ ഇപ്പം പറഞ്ഞ കൃഷി, then വ്യവസായം, പിന്നെ മൂന്നാമത് സേവന മേഖലകൾ. അപ്പോൾ structural changes, not only the characteristics of economic development, but are also necessary for sustaining the economic growth. അപ്പോൾ ഈ structural changes അത്യാവശ്യമാണ്. Kushnet and others demonstrated that sustained growth is brought about by changes in sectoral composition.
അപ്പോൾ നമുക്ക് രാജ്യത്തിന് വളർച്ച വേണമെങ്കിൽ സസ്റ്റെയിൻഡ് സ്ഥിരമായിട്ടുള്ള ഒരു വളർച്ച വേണമെങ്കിൽ നമുക്ക് സ്ട്രക്ചറൽ ചേഞ്ചസ് അത്യാവശ്യമാണ്. ഇനി ഇന്റർ സെക്ടറൽ ട്രാൻസ്ഫർ ഓഫ് വർക്ക് ഫോർ തിയറിറ്റിക്കൽ ഇൻസൈറ്റ്സ്. ഇനി ഇവിടെ പറയാൻ പോകുന്നു 1-2 പേര്, അതായത് പൈനിയർ ഫിഷർ പറയുന്നുണ്ട്, ദെൻ റോത്തോൺ ആൻഡ് വെൽസ് പറയുന്നുണ്ട്. ഇതെല്ലാം ഡെവലപ്ഡ് രാജ്യങ്ങളുടെ ഇതാണ് പറയുന്നത്, മനസ്സിലായോ? അപ്പൊ ഡെവലപ്ഡ് രാജ്യങ്ങളിൽ ഇത് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് എന്താണ് ഡെവലപ്ഡ് രാജ്യങ്ങളിൽ സംഭവിച്ചിരിക്കുന്നത്. ഡെവലപ്ഡ് രാജ്യങ്ങളിൽ ഇനീഷ്യൽ സ്റ്റേജിൽ മറ്റ് എല്ലാ രാജ്യങ്ങളെ പോലെ ഡെവലപ്ഡ് രാജ്യങ്ങളിലും കൂടുതൽ ആളുകളും കാർഷിക മേഖലയിൽ തന്നെയാണ് ജോലി ചെയ്തത്, മനസ്സിലായോ? പക്ഷെ ഈ കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ രാജ്യം പുരോഗമിക്കാൻ തുടങ്ങി, മനസ്സിലായോ? ബ്രിട്ടനിലെല്ലാം അല്ല വെസ്റ്റേൺ യൂറോപ്പിലും ബ്രിട്ടനിലും അതുപോലെ തന്നെ ഡെവലപ്ഡ് രാജ്യങ്ങളിലെല്ലാം ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അവിടെയാണ്, ബ്രിട്ടനിലാണ് സംഭവിച്ചത്. യഥാർത്ഥത്തിൽ റെവല്യൂഷൻ സംഭവിക്കേണ്ടത്, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സംഭവിക്കേണ്ടത് ഫ്രാൻസിലാണ്. കാരണം ഫ്രാൻസ് വാസ് അഹെഡ് ഓഫ് ഇംഗ്ലണ്ട് ഇൻ മെനി റെസ്പെക്ട്സ് ഇൻ ഇൻഡസ്ട്രിയൽ. എന്നിട്ടും വ്യവസായിക വിപ്ലവം കൊണ്ടുവന്നത് ഇംഗ്ലണ്ടിലാണ്. അപ്പൊ ഇഷ്ടം പോലെ നമുക്കറിയാലോ, കൈകൊണ്ട് ചെയ്തിരുന്ന ജോലികളുള്ള മെഷീൻ കൊണ്ട് മെക്കനൈസേഷൻ കൂടുതലായിട്ട് കൊണ്ടുവന്നു. അങ്ങനെ വന്നപ്പോൾ റൂറൽ ഏരിയയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ യഥാർത്ഥത്തിൽ മനസ്സിലായോ, ഈ കൃഷിയിൽ മെക്കനൈസേഷൻ കൊണ്ടുവന്നു. അങ്ങനെ റൂറൽ ഏരിയയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറച്ചു മതി. അപ്പൊ അവരെന്ത് ചെയ്തു, എക്സസ് ആയിട്ട് തൊഴിലാളികൾ പതുക്കെ ഗ്രാജുവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്ത് അവർ സെക്കൻഡറി സെക്ടേഴ്സ് ആ രാജ്യങ്ങളിലെല്ലാം ഇത് ചെയ്ത് ഈ എക്സസ് വരുന്ന ആളുകളൊക്കെ അവർ സെക്കൻഡറി സെക്ടറിൽ അബ്സോർബ് ചെയ്യാനായിട്ട് റെഡിയാണ്. കാരണം അറിയാമല്ല, ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ എല്ലാ മേഖലയിലും ആൾ വേണം. നമുക്ക് ടോപ്പ് എഞ്ചിനീയേഴ്സ് വേണം, ടെക്നീഷ്യൻസ് വേണം, നമുക്ക് സാധാരണ ജോലിക്കാർ വേണം. അപ്പോൾ ഈ കാർഷിക മേഖലയിൽ നിന്ന് വരുന്ന ആളുകൾ, ഇത് ഞാൻ ഇനി പറഞ്ഞു തരില്ല കേട്ടോ, കാർഷിക മേഖലയിൽ നിന്നും വരുന്ന ആളുകൾക്ക് അബ്സോർബ് ചെയ്യാൻ സെക്കൻഡറി സെക്ടർ റെഡി ആയിരുന്നു. അങ്ങനെ സെക്കൻഡറി സെക്ടറിൽ ജോലിയുടെ എംപ്ലോയ്മെന്റ് സാധ്യതകൾ ഗണ്യമായിട്ട് വർദ്ധിച്ചു, മനസ്സിലായോ? ആളുകളുടെ ജീവിത നിലവാരമൊക്കെ ഗണ്യമായിട്ട് മെച്ചപ്പെട്ടു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്ത്, ഈ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ പല മേഖലയിൽ എത്തിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഒരു ചെയിൻ ഓഫ് സർവീസ് മേഖല ഉള്ളത്. അതിന് ഇപ്പോഴത്തെ പറഞ്ഞത് സർവീസ് സെക്ടർ എന്നല്ല, ഇപ്പോൾ ഒരു പേര് മാറ്റി എന്താണ്, ലോജിസ്റ്റിക്സ്. ഈ സാധനം മനസ്സിലായോ, റോഡ് ഗതാഗതം, മറ്റേ റെയില്, ഇതെല്ലാം ഒക്കെ ഉപയോഗിച്ചിട്ട് പല പല മേഖലകളിൽ എത്തിച്ചു കൊടുക്കണം. അത് പ്രൊഡക്ഷനിൽ ചിലപ്പോൾ 2 പേര് മതി. MBA എടുക്കുമ്പോൾ അവർ പറഞ്ഞു കൊടുക്കും, ചിലവർ HR എടുക്കും, അവർക്ക് ഇഷ്ടമാണത്. ചിലവർ HR എടുക്കും, ചിലവർ മാർക്കറ്റിംഗ് എടുക്കും. അപ്പോൾ ഒരു സാറ് പതിൻ്റെ പറഞ്ഞു, HR എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയിൽ ഒരു HR മാനേജർ ഉണ്ടാവും, അല്ലെങ്കിൽ 1-2 HR മാനേജർ. വലിയൊരു കമ്പനിയിൽ അവിടെ എല്ലാവരും HR അല്ല, ഒരു പേരുണ്ടാവും. ബട്ട് യു ടേക്ക് മാർക്കറ്റിംഗ്. അപ്പോൾ അവർ പറയാം, യു ടേക്ക് മാർക്കറ്റിംഗ്, ദ സ്കൈ ഈസ് ലിമിറ്റ്. അത്രയും ഓപ്പർച്യൂണിറ്റീസ് മാർക്കറ്റിംഗിലല്ല എന്നുള്ളത്. എന്നുവെച്ചാൽ ഇത് ഈ പല സാധനം പല ടെക്നിക്കൽ ഉപയോഗിച്ചിട്ട് മാർക്കറ്റിംഗ്, അഡ്വർടൈസ്മെന്റ്, ഇതെല്ലാം ഈ മാർക്കറ്റിംഗിൽ പെട്ടതാണ്. ഇതെല്ലാം സേവന മേഖലയിൽ വരുന്നതാണ്. അപ്പോൾ ഒരു ഇക്കോണമി ഡെവലപ്പ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ എന്താ പറയുന്നത്, ഇക്കോണമി ആസ് എ ഇക്കോണമി ഡെവലപ്സ് ദർ ഈസ് എ ഷിഫ്റ്റ് ഓഫ് ദ ഷിഫ്റ്റ്. സുരേഷ് ഗോപി പറഞ്ഞ അതല്ല, ദർ ഈസ് എ ഷിഫ്റ്റ് ഓഫ് ദ പോപ്പുലേഷൻ. മാറ്റമുണ്ടാവും, ഷിഫ്റ്റ് ഓഫ് ദ പോപ്പുലേഷൻ ഫ്രം agriculture to industrial sector and from industrial sector to tertiary sector. This has been the practice and experience of most of the developed economies. പക്ഷേ ഇന്ത്യയിൽ വ്യവസായിക വിപ്ലവം വന്നത് വളരെ താമസിച്ചാണ്, മനസ്സിലായോ? അപ്പൊ അത് കാരണം ഈ കർഷകർക്ക് ദോഷമാണ്. ഇന്ത്യയിലും ഈ സ്ട്രക്ചറൽ ചേഞ്ചസ് ഉണ്ടായി. പക്ഷെ ആ സ്ട്രക്ചറൽ ചേഞ്ച് വ്യവസായ മേഖലയെ സ്കിപ്പ് ചെയ്തുകൊണ്ട് കാർഷിക മേഖല ഉള്ളവർ നേരിട്ട് ഈ വ്യവസായ മേഖലയിലെ മറികടന്നുകൊണ്ട് നേരിട്ട് ചെന്നത് സേവന മേഖലയിലാണ്. ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ വളർച്ച കാര്യമായിട്ട് ഉണ്ടായില്ല. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. ഇന്ത്യയിൽ സാമ്പത്തിക ഒരു രാജ്യത്തിന് ഡെവലപ്മെന്റ് ഉണ്ട്. ആ ഡെവലപ്മെന്റ് സമയത്തിൽ കാർഷിക മേഖലയിൽ ജോലി ചെയ്ത ആളുകളുടെ എണ്ണം ഗണ്യമായിട്ട് കുറച്ചുകൊണ്ടുവന്നു. ഈ ആളുകളൊക്കെ വ്യവസായ മേഖലയിലോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ കാരണം ഒരു ജോലി അറിയാൻ പാടില്ല. മോസ്റ്റ് ഓഫ് ദ ലാൻഡ്ലെസ് ലേബറേഴ്സ്, കൃഷി മാത്രമല്ല വേറെ ഒന്നും അറിയാൻ പാടില്ല. അവരെയൊക്കെ ഇത്രയും വരുന്ന കൂടുതലായിട്ട് വന്ന മനസ്സിലായ ജനസംഖ്യയുടെ എണ്ണത്തിന് വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ലാർജസ്റ്റ് ആണ്, ഇപ്പൊ ഫസ്റ്റ് ആണ്. ഈ എല്ലാ ആളുകളെയും വ്യവസായ മേഖലയിലേക്ക് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അപ്പൊ എന്ത് ചെയ്തു? പീപ്പിൾ വെന്റ് ഡയറക്ട്ലി ഫ്രം അഗ്രികൾച്ചർ
സർപാസിംഗ് ദ ഇൻഡസ്ട്രിയൽ സെക്ടർ, ദേ വെന്റ് സ്ട്രേറ്റ് ടു ദ സർവീസ് സെക്ടർ. അതുകൊണ്ടാണ് കോൺട്രിബ്യൂഷൻ ഓഫ് അഗ്രികൾച്ചർ ഗണ്യമായിട്ട് കുറഞ്ഞു. ജനങ്ങൾ, ജോലി ചെയ്യുന്ന ആളുകളുടെ എണ്ണം ഗണ്യമായിട്ട് കുറഞ്ഞു. വ്യവസായ സ്ഥാപനങ്ങളുടെയും വളർച്ചയിലേക്ക് കൂടിയെങ്കിലും അത്ര കാര്യമായിട്ട് കുറഞ്ഞു. സേവന മേഖലയായിട്ട് വെച്ച് നോക്കുമ്പോൾ അത്ര കാര്യമായിട്ട് കൂടിയിട്ടില്ല. ഈ ചാപ്റ്റേഴ്സ് എല്ലാം പറയുന്നത്, ഈ മേഖലയെല്ലാം പറയുന്നത് എന്താണ്? ദെൻ കമ്പാരിസൺ പ്രൊഫൈൽ ഓഫ് സ്ട്രക്ചറൽ ചേഞ്ചസ് ഇന്ത്യ ആൻഡ് ഡെവലപ്ഡ് നേഷൻസ്. ഇനി ഇഷ്ടം പോലെ നമ്മുടെ കമ്പാരിസൺസ് വരും. ഓക്കെ, അപ്പോൾ കമ്പാരിറ്റീവ് historical pattern of structure changes as presently developed countries have had a similar stage of sectoral structure from 100 to 100 years. 150 വർഷത്തിന് മുമ്പുള്ള കാര്യങ്ങളാണ്. All developed countries followed the similar sequence of changes in their economic structure with the predominance of agriculture before attaining their developed status. The structure of the economies of most developed countries is similar in the sense that in their development state, each of them has a minuscule share of agriculture, then a slightly higher share of industry, and then a much higher share of service sector. The share of each sector's employment moves in line with the output share of the sector. That is, highest share in employment in the service sector, and a medium share in the industries, and lowest share in agriculture. This is what is actually being told. Then, comparative profile of the structural changes in India and other developing countries. The share of agriculture sector will be very boring. കാരണം ഈ എല്ലാ രാജ്യങ്ങളായിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ്. ഒന്ന് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ആൻഡ് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് ലൈക്ക് ഏതൊക്കെ? ചൈന, ഇന്ത്യ, ഇന്തോനേഷ്യ, മലേഷ്യ, പാകിസ്ഥാൻ, തായ്ലാൻഡ്, റിപ്പബ്ലിക് ഓഫ് കൊറിയ. അപ്പൊ ഇതും ആയിട്ട് നമ്മുടെ ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ ആയിട്ട് അവർ താരതമ്യപ്പെടുത്തി. The share of agriculture sector in the GDP has decreased for all the countries, and that of the service sector has increased over the period. ഇനി അതിന്റെ ഇമ്പോർട്ടൻറ്റ് ട്രെൻഡ് എല്ലാ രാജ്യങ്ങളും അനുഭവിച്ചാൽ എന്താണ്? ഷെയർ ഓഫ് അഗ്രികൾച്ചർ സെക്ടർ ഇൻ GDP was higher than 50% in 1960 for only 2 of the 7 countries, that is Indonesia, അതുപോലെ തന്നെ ഇന്ത്യ, ഇതെല്ലാം അല്ലേ. അതിനുശേഷം ചൈനയുടെ കാര്യം പറയും. അതിനുശേഷം മില്ലേനിയം മീൻസ് 2001 തൊട്ടുള്ള പറഞ്ഞ മില്ലേനിയം ഈറ എന്നാ പറയുന്നത്. മില്ലേനിയം ഈറ 2000 വർഷങ്ങൾക്ക് ശേഷം 2001 തൊട്ട് തുറന്നത് മില്ലേനിയം ഈറ എന്നാ പറയുന്നത്. ഇനി ഇതെല്ലാം കാർഷിക മേഖലയുടെ എല്ലാ സംഭാവന മറ്റേ കൊറിയ, തായ്ലാൻഡ്, മലേഷ്യ ആയിട്ടൊക്കെ കമ്പാരിസൺ നടത്തുക. അതിന് വേണ്ടിയിട്ട് ഇതേപോലത്തെയുള്ള അഗ്രികൾച്ചറിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്, ഇൻഡസ്ട്രിയുടെ കോൺട്രിബ്യൂഷൻ എന്താണ്, സർവീസ് സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ദെൻ ഷെയർ ഓഫ് ദ ഇൻഡസ്ട്രിയൽ സെക്ടർ, അത് ഇതേപോലെ തന്നെ പറയും. മൂവിംഗ് ഓൺ ടു ദി ഇൻഡസ്ട്രിയൽ സെക്ടർ, ചൈന ഈസ് ദ സോൾ കൺട്രി ഹൂസ് ഇൻഡസ്ട്രി GDP ഷെയർ വാസ് ക്ലോസ് ടു 50%. അവർ ചൈനയുടെ ഇൻഡസ്ട്രി ഡേ ഡൗൺ, അതെല്ലാം ലാറ്ററാണ്. കൊറിയയുടെ എന്താണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഷെയർ ഓഫ് ഇൻഡസ്ട്രി ഇന്തോനേഷ്യയുടെ എന്താണെന്ന് പറയുന്നുണ്ട്. പിന്നെ പാകിസ്ഥാൻ്റെ എന്താണെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയുടെ എന്താണെന്ന് പറയുന്നുണ്ട്. സർവീസ് സെക്ടറിലും അതേപോലെ തന്നെ ഹയസ്റ്റ് ഷിഫ്റ്റ് മലേഷ്യയുടെ, കൊറിയയുടെ, തായ്ലാൻഡിൻ്റെ, പാകിസ്ഥാൻ്റെ, ഇന്ത്യയുടെ എംപ്ലോയ്മെന്റ് ഷിഫ്റ്റ് 1991 തൊട്ട് 2017 വരെ ഷിഫ്റ്റ് ഓഫ് ദ ലേബർ ഫോഴ്സ്. ചൈനയിൽ എന്ത് സംഭവിച്ചു? ദ ഷിഫ്റ്റ് ശ്രീലങ്കയിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട്? അതുപോലെ തന്നെ വാട്ട് ഡിസ്റ്റിങ്വിഷ് ഇന്ത്യ ഫ്രം അതർ കൺട്രീസ് ഈസ് ദ ഡിഫറൻസ് ഇൻ ദ അബ്സോർപ്ഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ബൈ ദ സർവീസ് സെക്ടർ. ഞാൻ പറഞ്ഞില്ല, ഇന്ത്യയിൽ ഇപ്പോൾ സർവീസ് സെക്ടർ ബാക്കി എല്ലാ രാജ്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് സർവീസ് സെക്ടറിലാണ് ഇന്ത്യയുടെ absorption of employment by the service sector. In all other countries, share of service increased more or less in tune with that of GDP. പക്ഷേ, however, in India, the employment share has shown much smaller increase, that the shift in the GDP share to the service sector. അഗ്രികൾച്ചറിൻ്റെ, ഇൻഡസ്ട്രിയുടെ, സർവീസ് സെക്ടറിൻ്റെ ഇതിൻ്റെ എല്ലാം കോൺട്രിബ്യൂഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നോക്കിയിട്ട് പഠിക്കുക. ഇനി അടുത്തത് നമുക്ക് എന്താണ്? കമ്പാരിറ്റീവ് 176 പേജ് കൊണ്ട്. ടൈം ഈസ് ഓവർ. അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കൊണ്ടുവരാം. ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം. എന്തൊക്കെയാണെന്നുള്ളത് ഒരു പരിധിവരെ എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. ഓക്കെ, സോ ദോസ് ഹു ഹാവ് willing and able and I'm eager to listen, I'm willing to help you with the past question paper. Thank you very much.